To the streets of Medina, Medina to Nabi, Medina to Nabi. The city of the Prophet is like home to me. I'll travel through the world, but I just say I will see a city with such wonder as Medina. അറിയത്തില്ലേ അവരുടെ വർക്കത്ത് കൊണ്ടുകൊടുക്കാനും സാധിക്കണം, ഇവരുടെ വർക്കത്ത് കൊണ്ട് സാധിക്കണം, വലിയങ്ങളുടെ വർക്കത്തുകൊണ്ട് റസൂലുള്ളാഹിയുടെ വർക്കത്തുകൊണ്ട് എന്ന് പറയാൻ പാടില്ല എന്ന് നമ്മളിൽ ഒരു വിഭാഗം ആൾക്കാരങ്ങനെ പറയുന്നുണ്ട്. അതിൻ്റെ ന്യായാന്യായങ്ങളെപ്പറ്റി നമുക്ക് ഒന്ന് ചിന്തിക്കാം. ആർക്കും നിർബന്ധമുള്ളത് ചെയ്യുന്നല്ല. ഇഷ്ടമുണ്ടെങ്കിൽ തപസ്സിൽ ചെയ്യണം, ഇല്ലെങ്കിൽ ചെയ്യണ്ട. തപസ്സിലെന്ന് വെച്ചാൽ അവരുടെ വർക്കത്തുകൊണ്ട് സാധിക്കുക എന്ന് പറയുക എന്നുള്ളതാണ്. ഞാൻ ആദ്യം കേൾക്കുന്നത് എൻ്റെ വീട്ടിൽ നിന്നാണല്ലോ. തപസ്സില് വീട്ടിൽ ആര് പറയും? ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളെയൊക്കെ വളർത്തിയത് ശ്രീനാഥാത്താന്നും പറഞ്ഞ ഒരാള്. അവര് അവിടെ ഉമ്മായൊക്കെ എടുത്ത് വളർത്തിയിട്ടുള്ളത് വലിയ സ്ത്രീയാണ്. എൻ്റെ ഗ്രാൻഡ് ഫാദറുടെ പാവടുമ്പിടിയിൽ അവരങ്ങ. അവര് കുട്ടികളെ താരാട്ടുന്നത് കേട്ട് ഞാൻ പഠിച്ചതാണ്. അതിനുശേഷം എൻ്റെ ഉമ്മ പോലത്തെ എങ്ങനെ പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നീട് കേട്ട് ഇവരെല്ലാം കാപ്പറാണ്. നെണ്ണം വഭാവ സൂര്യയും മറ്റുള്ള ദീനമടങ്കലും ബദിരി ആളെ അറിയാം. എനിക്ക് മാത്രമല്ല വേറെ ആളെ എൻ്റെ ഒപ്പം ചെല്ലുന്നത് അറിയാം അല്ലേ? നെണ്ണം വഭാവ സൂര്യയും മറ്റുള്ള ദീനമടങ്കലും പതിരിയുടെ ബർക്കത്തിനാൽ കാക്കണേ റബ്ബന. പറച്ചോനോടാ പറയുന്ന കാക്കാൻ. ദാഹം അവത്തത് കൂട്ടിടും, ഇബിലീസ് കൂസിനെ കാട്ടിടും, നേരം ലൈൻ അവനെ ആട്ടുവാൻ ബദിരീങ്ങളുടെ ബർക്കത്തിനാലമൈ കാക്കണേ റബ്ബന. ഇത് നമ്മുടെ വീട്ടിൽ സാധാരണ ഉമ്മ പോലത്തെല്ലാം കടന്നു. പിന്നെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴാണല്ലോ പ്രായമൊക്കെ ആയപ്പോൾ ഇത് അവർക്ക് തറക്കുക എന്ന് പറയാൻ പാടില്ല. അവരുടെ ബർക്കത്ത് ഇവരുടെ ബർക്കത്ത് എന്നൊക്കെ പറഞ്ഞൊക്കെ ചെറുക്കാണ്. ചിറുക്ക് എന്താണ് എന്ന് പണ്ഡിത ലോകം ചിറുക്കിന് ഒരു താരീഫ് പറഞ്ഞിട്ടുണ്ട്. താരീഫ് എന്ന് വെച്ചാൽ ഡെഫിനിഷൻ. രണ്ട് ഡെഫിനിഷൻ. അതിന് മലയാളത്തിൽ എന്ത് പറയുക? നിർവചനം അല്ലേ? അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നാളെ. അതങ്ങോട്ട് പറഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ചിറുക്കെന്നും പറഞ്ഞ് ആരും പേടിപ്പിക്കാൻ വരത്തില്ല. ചിറുക്ക് എന്താണെന്നുള്ളത് നമ്മളതിൻ്റെ ഡെഫിനിഷൻ അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടിക്കേണ്ടി വരില്ല. ഇൻഷാ അല്ലാഹ് നാളെ പറയാം. അപ്പൊ ഈ കാഫറാവും എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉമ്മായൊക്കെ കാഫറായ എന്തൊരു അക്രമം അല്ലേ? എനിക്കത് സംശയം. പാപ്പ പോലത്തെ മഹാന്മാരായ ആലിമീങ്ങൾ എപ്പോഴും നിത്യസന്ദർശകരായ ഈ വീട്ടിൽ ഇത്രയും വലിയൊരു കുരുത്തക്കാരുണ്ടെങ്കിൽ അവർ പറയത്തില്ല. ചിലപ്പോൾ എൻ്റെ ഉമ്മ പറയുന്നത് വാപ്പയും കേട്ട് കാണുമല്ലോ. കുത്തുബി പോലത്തെ ആലിമീങ്ങൾ താമസിച്ചിട്ടുള്ള വീടാണ് എൻ്റെ വീട്, എൻ്റെ ഉമ്മയുടെ വീട്. അപ്പൊ ഉമ്മയുടെ വീട് അവിടെ വലിയ വീടാണെങ്കിലും കുത്തുബി പോലത്തെ വരെ വരുന്ന എൻ്റെ വാപ്പയുടെ കീറോസില. എൻ്റെ വാപ്പ അവിടെ പെണ്ണ് കെട്ടിയോണ്ടായി ഒരാളുടെ വീട്ടിലേക്ക് വലിച്ചത്. അപ്പം അങ്ങനെ പോയി കുറെ കാലം കഴിഞ്ഞപ്പോഴും ഇവരുടെ കയ്യിൽ ഇരിക്കുന്ന ഒരു ബദിരിയത്തല്ലേ ഇരിക്കുന്നത്. ഇവിടെ ഉണ്ട് ആ സാധനം. റബ്ബേ, ഞാൻ അതങ്ങോട്ട് നോക്കിയപ്പോൾ ഇയാളെപ്പോലെ കാഫർ വേറെ ലോകത്തില്ലെന്ന് പറയണ്ടേ. അതുണ്ടാക്കിയ അതിൻ്റെ ബലാഹത്തും അതിൻ്റെ ഫസാഹത്തും അതിൻ്റെ കറാമത്തും നോക്കിയപ്പോൾ റബ്ബേ, ഈ മനുഷ്യനെ എങ്ങനെ നമ്മൾ കാഫറാണെന്ന് പറയും? അത് തനിച്ച കറാമത്തല്ലാതെ ആ ബദരിയത്തെന്ന് പറയുന്ന സാധാരണ ബദരിയത്തല്ല. ഓരോ വരിയിലും അസ്മാഉൽ ഹുസ്ന ഉണ്ടല്ലോ. യാ അല്ലാഹു യാ റഹ്മാൻ യാ റഹീം യാ മലിക് യാ ഖുദ്ദൂസ് യാ സലാം യാ മുഅ്മിൻ യാ മുഹൈമിൻ എന്നുള്ള അസ്മാഉൽ ഹുസ്നയിലെ ഓരോ വരിയും ഓരോ ഇസ്മും ഈ ഓരോ വരിയോട് ചേർത്ത് യാ അല്ലാഹ്. അപ്പൊ അതിന്റെ ഈ പദ്യങ്ങളുടെ അവസാനം നോക്കി അസ്മാഉൽ ഹുസ്ന ചെയ്യാം എല്ലാം. യാ അല്ലാഹു യാ റഹ്മാൻ യാ റഹീം എന്ന് ആ വരികളുടെ അവസാനം നോക്കിയാൽ നമുക്ക് ചൊല്ലി തീർക്കാം. അതുപോലെയാ അത് ചൊല്ലിയിട്ട് ആ മനുഷ്യൻ അസ്മാഉൽ ഹുസ്നയിൽ യാ അവ്വൽ യാ ആഖിറു എന്നുണ്ടല്ലോ. അസ്മാഉൽ ഹുസ്ന എല്ലാവർക്കും അറിയാമല്ലോ. യാ അവ്വൽ യാ ആഖിറു യാ ളാഹിറു യാ ബാത്തിനു മൈക്കിന്റെ ഓപ്പറേറ്ററും ചെല്ലുന്നു. അപ്പൊ എല്ലാവർക്കും മിക്കവാറും ആൾക്കറിയാം. അപ്പൊ യാ അവ്വലു ആദ്യത്തവന് എന്നുവെച്ചാൽ ഉണ്ടായാലും തുടക്കമില്ലാത്തവന്. യാ ആഹിറു അവസാനത്തവന്.
അവലും ആഹിറും അള്ളാഹ് തന്നെയാണ്. അതിൽ ആഹിർ അവസാനത്തവൻ എന്നുള്ള ആ വരിയിൽ ബദരീങ്ങളുടെ പേര് തീരുന്ന വരിയിൽ ഈ ആഹിറു എന്ന ഇസ്മ കൊണ്ടുവന്നു. ബദരീങ്ങളുടെ പേര് ആഹിറായപ്പോൾ അള്ളാഹുവിന്റെ ആഹിറു എന്ന ആ പേര് ആ വരിയിൽ ആ മനുഷ്യൻ കൊണ്ടുവന്നു. അത് എന്നെ സംബന്ധിച്ച് സാധാരണഗതിയിൽ ഹ്യൂമൻലി ഇമ്പോസിബിൾ. അത് കറാമത്തല്ലാതെ മനുഷ്യർക്ക് സാധ്യമല്ല. അത്ര വലിയ അതിനെപ്പറ്റി എനിക്കറിയുന്നവർക്ക് മനസ്സിലാവും. അത് തുടങ്ങുന്ന എങ്ങനെ എങ്ങനെ അല്ലാഹ നഹ്മദുഹു വനശ്കുറു ദൈദന യാ റബ്ബി സല്ലി വസല്ലിം വതഹന്നന അബദൻ അലാ ഖൈറിൽ ഖലായിഖി മന്ദന വല്ലാലി വസ്വഹബിൽ കിറാമി ഇലാഹന അജ്ജിൽ ബിഫത്ഹി മിൻക യാ റഹ്മാനന. എല്ലാം പറഞ്ഞിട്ട് നമ്മൾ പറയുന്ന അജ്ജിൽ, നീ എനിക്ക് ഉടരുക റഹ്മാനായ തമ്പുരാനെ, നീ എന്റെ കാര്യം വേഗത്തിൽ പഠിച്ചവനോടാ പറയുന്നത്. അതെന്താ ബി മുഹമ്മദിൻ ഖൈറിൽ വസായിലി ദില്ലമൻ, അവിടുന്ന് തുടങ്ങുന്നത്. അതിനൊക്കെ ഒരു വരിയോടുണ്ട്. ബി മുഹമ്മദിൻ ഖൈറിൽ വസായിലി ദില്ലമൻ ഫഅലൈഹി യാ അല്ലാഹു സല്ലി, തുടങ്ങി യാ അല്ലാഹു സല്ലി من وبأول الخلفاء أبي بكر لمن عنه رضى يا رحمن دام إلهنا يا الله يا رحمن وبسيد الفاروق ثانيهم عمر وبذي الحياء عثمان ممدوح الزمر وعلي الكرار من هزم الزمر عنهم بضاعك يا رحيم يا الله يا رحمن يا رحيم. ഇങ്ങനെ ഇങ്ങോട്ട് തുടങ്ങി ബദരീങ്ങളുടെ പേര് തീരാൻ പോകും. بمظهرهم وكذا أخيه مهيدهم وكذا أبي زيد الفاضل مقدهم هم أهد بدر. ഈ പറഞ്ഞിത്രയും ബദരീങ്ങളാണ്. هم أهد بدر نستجاب لذكرهم يا آخر رضوان الجميع لنا أجل بفتهم منك يا رحماننا. ഞാൻ അന്ധം വിട്ടുപോയി. ആ വരിയിൽ ഈ ആഹിറു എന്ന പദം ബദരീങ്ങളുടെ പേര് തീരുന്ന വരിയിൽ ആ മനുഷ്യൻ കൊണ്ടുവന്നു. എന്നിട്ടും പിന്നെ അസ്മാഹുസ്ന തീരത്തില്ലല്ലോ, ആ ആഹിറു വരെയല്ലേ ആയുള്ളപ്പോൾ ബദരീങ്ങൾ ഒഹദീങ്ങളുടെ പേര് തുടങ്ങി, ഒഹദീങ്ങളുടെ പേര് തീർന്നു. അപ്പോഴും അസ്മാഹുസ്ന തീർന്നില്ല. അപ്പൊ പിന്നെ അങ്ങോട്ട് ഇപ്പുറത്തൊട്ട് വേറെ ആളുകളുടെ പേര് തുടങ്ങി അല്ലേ. ഫാത്തിമത്തുൽ ബത്തൂൽ الزاهرة وخديجة فضل النساء الطاهرة أيضا وعائشة الهميرة الباهرة عنهن يا هادي رضاك إلهنا أجل بفتهم منك يا رحماننا. وكذاك بالحسنين صبتين الهرم وبعمه العباس فياض الكرم ونسل عبد الله ربان الأمم അൻഹും ബിളാഉക യാ ബദീഉ. ആ പേര് എഴുതി പോകും. ഇങ്ങോട്ട് പറഞ്ഞു വന്നിട്ട് ഇവരെല്ലാം വർക്കത്തുകൊണ്ടെന്ന് ആണ് അതിനകത്ത് അസ്മാഉൽ കൂടെ കേൾക്കുന്നതേ ഉള്ളൂ. وبأحمد البدوي الولي الفاخر عنهم رضاؤك يا رشيد إلهنا أجل بفتهم منك يا رحماننا. അങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് കലാബി അഹ്ലിൽ ബൈത്ത് ഫീ കുല്ലി സമൻ, ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ അഹ്ലു ബൈത്തിനെ കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു പറത്തേനെ. കലാബി അഹ്ലിൽ ബൈത്ത് ഫീ കുല്ലി സമൻ വല്ലംബിയാ വല്ലൗലിയാ ഇദവില്ലമൻ അങ്ങനെ ഇങ്ങോട്ട് പോകുന്നു. അവസാനം പിന്നെ വന്നിട്ടുണ്ടോ വസ്സയ്യിദുൽ മഹദിൽ ഇമാമിൽ മുന്തളിർ, നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മഹദി ഇമാമിന്റെ ഹക്ക് കൊണ്ടും പറയുന്നത്, നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മഹദി ഇമാമിന്റെ ഹക്ക് കൊണ്ടും ചോദിക്കുന്നു. ഒടുവിൽ വന്ന് ഇമാമിങ്ങളെ പറഞ്ഞു നിർത്തി. ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യം തന്നെ നിങ്ങൾ വിരസരാകരുത്. ഞാനിത് പറഞ്ഞുകൊണ്ട് വന്നിട്ട് ഞാൻ ആദ്യം പറയുന്നത് കേട്ട് നിങ്ങൾ വിരസരാകരുത്. ഞാൻ പറഞ്ഞൊന്ന് അവസാനിക്കുന്നത് ഇരിക്കാനുള്ള ക്ഷമയും കഴിവും നിങ്ങൾ കാണിക്കണം.
ഇപ്പൊ ഏതോ പാട്ട് പാടുന്നെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കരുതെന്ന് ഒന്ന് ഇരുന്ന് തരണം എൻ്റെ അടുത്ത് പ്രിയപ്പെട്ട. അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാകണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അങ്ങനെ വന്നിട്ട് അവിടെ പറയുന്നു, ഈ ഇവരെ കൊണ്ട് ഇമാമിങ്ങളെ കൊണ്ട് بأبي حنيفة والإمام الشافعي وبمالك وبأحمد المتواضع وبكل مطبوع بدين الشافعي. പരിശുദ്ധ ഇലാഹിന്റെ റബ്ബുൽ ഇസ്സത്തിന്റെ റസൂൽ മുഖേന വന്ന ആ ശരീഅത്തിനെ പിൻപറ്റിയിട്ടുള്ള മുഴുവൻ ആളുകളുടെ ഹക്കോണ്ടും നിന്നോട് ഞാൻ ചോദിക്കുന്നു, നീ വല്ലവരും പോയിട്ടുണ്ടോ? ഒബിക്കൊല്ലി മത്തുപോയിന് താപയിന് വായനയായിരിക്കും അല്ലേ? ഒബിക്കൊല്ലി എന്ന് പറഞ്ഞു. ഇത് ഞാൻ വായിച്ചിട്ട് റബ്ബേ, അപ്പൊ എനിക്ക് ഇച്ചിരി വെളിച്ചമൊക്കെ കിട്ടി, കാലം വിവരമൊക്കെ പ്രശ്നം. ഇത് എഴുതിയവിടെ എങ്ങനെ ഞാൻ കാഫറാക്കും? ഇയാളെ കാഫറാക്കണ്ടേ? പറയാൻ ആക്ക് വഴങ്ങണ്ടേ? എന്നാൽ ഇനി നോക്കുന്നു നല്ലോണം ഗവേഷണം നടത്തണമെന്ന് കരുതി പതി അങ്ങനെ ചിന്തിച്ച് മേപ്പോട്ട് നോക്കുമ്പോൾ നമ്മുടെ അറിവിൽ അടുത്ത കാലത്തായിട്ട് ലോകം മുഴുവൻ അറിയുന്ന പ്രസിദ്ധനായ പണ്ഡിതനും വലിയുവാണല്ലോ ഉമർ ഖാദി. അപ്പൊ മൂപ്പര ഹാലെന്താ? ഈ ആദ്യ കുരുത്തക്കേടുമല്ലോ മൂപ്പര് പറഞ്ഞിട്ടുണ്ട്. നോക്കുമ്പോ അതല്ലാതെ അയാൾ പറയത്തില്ല. അവിടുന്ന് ബഹുമാനപ്പെട്ട അഷ്റഫുൽ മുമ്പിൽ ചെന്ന് നിന്നിട്ട് അങ്ങ് പറയല്ലേ, പറയുന്നവന് പറയാമോ? യഹിയ നിങ്ങൾ ഒഴിയത്തില്ലേ? ഇത് പരിപാടി എടുത്ത് യഹിയയിലുണ്ടൊരു കഥ. അവിടെ പേര് തന്ന കാഫെന്ന അലാമെന്നങ്ങാത്ത ഒരാളാ, ഒരു ഒരുങ്ങി ഒരു നബിയുടെ ചരിത്രം യഹിയായുടെ മുമ്പ് ഉദ്ഘാടിക്കാൻ എഴുതിയിട്ടു. ആ മഴയില്ലാതെ ആ ജനങ്ങളെല്ലാം കൂടെ വിഷമിച്ചു. നബീനെ കൊണ്ട് എല്ലാവരും കൂടെ ദ്വാരപ്പിച്ചു ഒരുപാട്. നബി എത്ര ദ്വാരത്തും മഴ കിട്ടത്തില്ല. അപ്പൊ അള്ളാഹു തആല നബിക്ക് ഇൽഹാമ് കൊടുത്ത് ഇന്നടുത്തെടുത്തനുണ്ട് കാഫെന്ന ലാമെന്നാണ്ട് അയാളുടെ പേര്. അവനെ വിളിച്ചോണ്ട് വന്ന് ദുആ ചെയ്യിപ്പിക്കാം. ഇത് കാലി പ്യൂറ് മൂരാറ്റ് സിന്നികളുടെ പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ. അത് പുറത്ത് പറഞ്ഞല്ലോ, അതിനെ കളിയാക്കും. ആയിക്കോട്ടെ, അവർ കളിയായിക്കോട്ടെ. അവരെ സംബന്ധിച്ചിടത്തോളം കറക്റ്റാണ്. അവരങ്ങനെ ചിന്തിച്ചു പോയി. നമ്മൾ അവർ ചീത്ത പറയാനും നിൽക്കണ്ട. അത് മനസ്സിലായി, ദ്വാരെന്നാ മതി. അവര് നമ്മളെ നന്നാക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പൊ ഇയാളിങ്ങോട്ട് വന്നു ദ്വാരപ്പിച്ച് അങ്ങോട്ട് പോയിട. നബി ദ്വാരനെ കിട്ടാത്ത ഇപ്പം ദ്വാരത്തെ കിട്ടുക ആളുകള്. ഇയാളിങ്ങോട്ട് വന്നിട്ടും ദ്വാരൊന്നുമില്ല. പടച്ചോറ് അവിടെ അങ്ങ് തീർന്നു പോയാ വെള്ളവും എന്തോന്നൊക്കെ ചോദിക്കുക റബ്ബിനോട്. അങ്ങനെ തീർന്നു പോയാ നീ ഇല്ലേ ഒട്ടും ബാക്കി? അതല്ല ഇവരെ ശിക്ഷിക്കാൻ പോവാണ്. ക്ഷമയില്ലേ ശിക്ഷിക്കാൻ? ഇങ്ങോട്ട് വരുത്തില്ലേ ഇവര്? അവിടെ ചീട്ടിച്ചാൽ പോരെ? ഇത്ര നേരത്തെ അഡ്വാൻസ്ഡ് ആയിട്ട് വേണം കിട്ടുക. അതുകൊണ്ട് വെള്ളം കൊടുക്കണം. അങ്ങനെ ഞാൻ വന്നു. ഇത് തന്നെ മഴ കൊണ്ട് പെയ്യാൻ തുടങ്ങിയിട്ട് നിൽക്കില്ലാത്ത മഴ. ഇത്രേ പറഞ്ഞത്. അവിടെ തീർന്നു പോയാന്ന് കുറച്ചൊന്ന് കഴിക്കുക. വെള്ളം അങ്ങ് തീർന്നു പോയാ നിന്റെ അടിമാറുകൾ വെള്ളമില്ലാതെ ശ്രമിക്കുന്നു. അതുകൊണ്ട് അവർ ചെയ്ത തെറ്റിന് ശിക്ഷിക്കുകയായിരിക്കും അല്ലേ? അപ്പോൾ ഒത്തിരി ധൃതിയാണ് ആ എത്തിക്കാൻ. അങ്ങോട്ട് വരുത്തില്ലേ? അപ്പൊ ചിന്തിച്ചാൽ പോരെ? ഇത്ര ധൃതിയായിട്ട് എത്തിക്കുന്നതൊക്കെ പറയും. പടച്ചോനോട് ഒരു തട്ടിക്കേറ്റം. അവസാനം ഇതെല്ലാം കഴിച്ച് ശരിയേറ്റല്ലേ? അപ്പൊ ശരിയേറ്റ നിയമപ്രകാരം ഇയാളെ കൊല്ലണ്ടേ? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എന്നെ കൊല്ലുകയൊന്നും വേണ്ട, രക്ഷാംശനാണ്, അവനെ കൊല്ലുകയൊന്നും വേണ്ട. ഒരു ദിവസം അവൻ എന്നെ 3 പ്രാവശ്യം ചിരിപ്പിക്കുമെന്ന് അല്ലാഹു തആല പറയുക. ഒരു ദിവസം അവൻ എന്നെ 3 പ്രാവശ്യം ചിരിപ്പിക്കും നബിയെ, അതുകൊണ്ട് അവനങ്ങ് വിട്ടേര് എന്ന് പറഞ്ഞു. ഇതുപോലെ പറയുമ്പോൾ അല്ലാഹു തആല സന്തോഷിക്കുമെന്നാ പറഞ്ഞു. ഒരു ദിവസം 3 പ്രാവശ്യം എന്നെ ചിരിപ്പിക്കുവാനും. മറിച്ചവനോട് പറയാ, ധൃതിയാണോ ശിക്ഷിക്കാനും? അങ്ങോട്ട് വരത്തില്ലേ? അപ്പൊ ചിന്തിച്ചാൽ പോരെ? ഇപ്പോഴത്തെ ഞങ്ങളെ ഇതിലൊക്കെയാ. അപ്പൊ അതുപോലെ അതിപ്പം പഴയ ചരിത്രമല്ലേ. നമ്മുടെ ഏലൂസുകാരെങ്ങനെ ഏലൂസുകാർ ഞവണങ്കാട്ട് അടങ്ങിയിരിക്കും. 2-3 വാക്ക് വെച്ച മലയാളം. കുറച്ചേരെ എന്റെ പെണ്ണുപിള്ളക്ക് ഒരുപാട് കായ് വേണം. അതുകൊണ്ട് ചെന്നില്ല എന്നെ മൈൻഡ് ചെയ്യത്തില്ല. കാശ് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇത് എടുക്കണോ വേണ്ട നീ തീരുമാനിച്ചാൽ മതി. മഴ കൊടുത്താൽ എനിക്ക് എടുക്കാം, മഴയില്ലെങ്കിൽ എടുക്കാനൊക്കെ അറിയില്ല. ഉടനെ ഓടി വന്നിട്ട് ഒരാൾ പറയും, ഞങ്ങളെ ഇന്നടുത്ത് ഇന്ന മുതലാളി പൈസ തന്നില്ല. എന്നാൽ അവന്റെ പാടത്തോട്ട് അവന്റെ വയലിലോട്ടുള്ള വഴിയൊന്ന് അടച്ചിടാന്ന്, ഇങ്ങോട്ട് വെള്ളം ഒഴുകി പോകണ്ട. അങ്ങോട്ട് ഒരു തുള്ളി മറ്റവരുടെ അവിടെ കൊണ്ട്. ഇത് കണ്ടവർ ജീവിച്ചിരിക്കുക അവിടുത്തെ 10-100 വയസ്സുള്ള ആൾക്കാർ. അത് മനസ്സിലായില്ലേ? ഓന്റെ ഔലിയാക്കളാണത്. എന്തായാലും നമ്മുടെ സാധ്യത നോക്കിയപ്പോ മൂപ്പന് നേരെ ഇവിടേക്ക് നിന്ന് പറഞ്ഞില്ല. കാവറാവോ ഇല്ലെന്ന് തീരുമാനിച്ചെടുത്ത് തന്നെ ഹെഡ് ഓഫീസില് അവർ ചെന്നുണ്ട്. അങ്ങോട്ട് പറയാൻ തുടങ്ങിയിട്ട്
യാ അക്റമൽ ഖുറമാല താബിക്കും ഉമറുൽ ഫഖീറുൽ മുർതജി ലിജനാബിക്കും അർജുൽ ബുകാലൽ അർജുൽ താലൽ ബുകായി ബിബാബിക്കും والدمع في خديه سال سجيما صلوا عليه وسلموا تسليما. അതിന് മുമ്പ് മുമ്പ് പറഞ്ഞിട്ടുള്ള വരികളൊക്കെ റസൂലുള്ളാഹിയുടെ മകൾ പറയുമ്പോൾ ഞാൻ പറയാം. അപ്പൊ ഇതിനകത്ത് പറഞ്ഞത് ഉമർ നിന്റെ ഫക്കീറായ അടിമ ഉമർ ഒരാവശ്യവുമായിട്ട് നിന്റെ നബിയുടെ ഞങ്ങളുടെ വാതുകൾ കൗൾത്തടങ്ങളിൽ കഴിഞ്ഞ് കണ്ണുനീരൊടിപ്പിച്ചുകൊണ്ട് കാത്തു നിൽക്കുന്നു. റൗദ ഷരീഫ് തുറപ്പിക്കുന്ന പ്രശ്നമാണ്. അവർക്ക് അറബികളെ കളിയാക്കിയ അവർ വിടുവോ? അപ്പൊ അത് പല മുസാഫ് എടുത്തിട്ടും എല്ലാം മൂപ്പര് പറഞ്ഞു അവർ ഒഴിയതുപോലെ. ഒന്നേ പറഞ്ഞു ഈ മുസാഫ് ഞാൻ സ്വീകരിക്കത്തില്ല. ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഒരു മുസാഫ് അതിനകത്തിരിപ്പുണ്ട്, അത് എടുക്കാൻ പറയും. അത് എടുക്കുന്നത് നടക്കത്തില്ലെന്ന് ഉറപ്പാ. അപ്പൊ ഇവൻ രക്ഷപ്പെടാനല്ലേ ഈ കുറ്റം കെട്ടാൻ നമ്മുടെ രക്ഷപ്പെടാനല്ല, അത് എടുക്കാനൊക്കത്തില്ല. എടുക്കാൻ വെക്കും, ഞാനെടുത്തു തരാം. എങ്ങനെ എടുക്കൂ? അത് കാണാമല്ലോ. അതുകൊണ്ട് അങ്ങോട്ട് പാടിയതായത് അവസാനം തുറന്ന് മുസാഫെടുത്ത് നോക്കിയപ്പോൾ മുമ്പ് പറഞ്ഞ പോലെയാ. അതാണ് അറബിയിൽ ഉമർ ഖാദിയുടെ പേര് കേട്ടാൽ അറയ്ക്കും. ഉമർ ഖാദിയാൽ എപ്പോഴും ഒരു അതിരുവായിട്ട് അന്ന് എന്താ പറയും, അവർ പറഞ്ഞതൊക്കെ അതിര് പറയും. ഞങ്ങളുടെ അറബി ഭാഷയ്ക്ക് ഒരു ഗുണമുണ്ടല്ലോ, ഹർക്കത്ത് മാറ്റുമ്പോൾ കാര്യം മാറും. അതെന്താ ബറ് ബിറ് ബുറ് എന്ന് പറയും. ബറെന്ന് പറഞ്ഞാൽ കര അല്ലേ, ബിറെന്ന് പറഞ്ഞാൽ ഗുണം, ബുറെന്ന് പറഞ്ഞാൽ ഗോതമ്പ്. അത് ഞങ്ങളുടെ ഭാഷയുടെ വലിപ്പമാണ്. മൂപ്പർക്ക് ഭാഷയ്ക്ക് വലിപ്പമില്ലായിട്ടല്ല. പിന്നെ ഇവരെ ഇടങ്ങറാക്കണേ. ഞങ്ങളുടെ മലയാളം അതൊക്കെ കേമോ, ഞങ്ങളുടെ കൊണ്ട് കളി കിളി കുളി എന്ന് പറയും. ഹർക്കത്ത് മാറുമ്പോൾ അർത്ഥം മാറും. അപ്പൊ അവരെ തോപ്പിച്ചു. പഴത്തിന്റെ പവർ പറയും. ഇവിടുത്തെ പഴം, ഇത് പഴം വലിയ എന്തോന്നാണല്ലോ. ഞങ്ങളവിടെ നിങ്ങളുടെ പഴം എന്ത് കണ്ടിപ്പഴം 100 തിന്നണ ഒരാൾക്ക് വയറുകളാണ്. ഞങ്ങളുടെ രാജ്യത്ത് പഴമുണ്ട്, ഒരെണ്ണം ഉണ്ട് 10 പേർക്ക് തിന്നാം. ആയാതിപ്പഴം അതുണ്ടോ? ചക്കയിൽ കീറി വെച്ച് കൊടുത്ത് വലിയ ചക്കയിലോട്ട് വെച്ചാൽ 5-6 പേര് തിന്നത്തില്ല. ഞങ്ങളുടെ ഒരു രാജ്യത്തിൽ നിങ്ങൾ ഞങ്ങളോട് ജയിക്കത്തില്ല എന്ന് പറഞ്ഞ് എപ്പോഴും ഒരുപാട് കളിച്ചല മൂപ്പര്. പിന്നെ അവസാനം മാറി ഉമർ ഖാദിയെ സംബന്ധിച്ച് അവിടെ നിന്നുണ്ടെങ്കിൽ സുവാരി വന്നാൽ ഉമർ ഖാദിയുടെ ഫത്വ രാജഹാക്ക് അയക്കും. അങ്ങനത്തെ ഉമർ ഖാദിയാൽ മൂപ്പരെങ്ങനെ കാപ്പറാക്കുക? ആ രാജ്യങ്ങളെല്ലാം വിടുവോ? വിടത്തില്ല. അവിടെ ആ രാജ്യത്ത് അവിടെ മുഹാബിയും കാവ്യാനും സുന്നിയൊന്നുമില്ല. ആര് ഹിന്ദുക്കൾ വിടുക? ഉമർ ഖാദിയുടെ ഖബർ അവിടെ ചെന്നിട്ട് ആക്ഷേപിച്ച അവിടുത്തെ ഹിന്ദുക്കൾ വേട്ടൊരു വിടത്തിൽ അരച്ച് ചെരുപ്പിടിച്ച് കളയും. അപ്പം അവരും ചെല്ലി. അപ്പൊ ഇനി ഒന്നുകൂടെ മേപ്പോട്ട് നോക്കാം. ഇവരുടെയൊക്കെ വലിയ ആളുണ്ടല്ലോ, എൻ.പി. മഹ്ദൂമും കേരളത്തിൽ ആദ്യം എഴുമ കൊണ്ടുവന്നതിന്റെ തുടക്കം. എൻ.പി. മഹ്ദൂമേ ഇപ്പോഴും ഈജിപ്തിലൊക്കെ ഷാഫി മദ്ഹബിൽ ഫത്വ ചെയ്യുന്നതിന് ഫത്വ ആധാരമാക്കാറുണ്ടെന്ന് ഞാൻ പത്രത്തിൽ വായിച്ചു. അങ്ങനത്തെ മഹാനായ എൻ.പി. മഹ്ദൂം ഈ തവസ്സുലിനെ പിൻപറ്റിയിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം. അങ്ങനെ നോക്കുമ്പോൾ ഒരു കിതാബ് നിങ്ങൾ വെറുതെ ഓതുന്നെങ്കിൽ ഒരു ദിവസം മഖസാമാക്കണം. എന്റെ മഹാനായ ഉസ്താദ് ശൈഖുനാഹു മർക്കദഹു അവരുകൾ എന്തെങ്കിലും അസുഖം വന്നാൽ അവരെങ്ങോട്ട് കിടന്നിട്ട് മൗലിദിന്റെ പുറകെ സംസ്കരിച്ചുകൊണ്ടങ്ങോട്ട് കിടന്നാൽ 2 മുസ്ലിം അക്കന്മാർ അവിടെ നിന്ന് വെറുതെ ഓതും. അല്ല, രാവിലെ 2 മുസ്ലിം അക്കന്മാർ വെറുതെ ഓതും. കുട്ടികൾ 4 വയസ്സത്ത് മൂപ്പരെ അടുത്തിരുന്ന് നേരത്തിങ്ങനെ തടവും. കൊച്ചുകുട്ടികൾ, അത് ബാല്യമാകാത്ത കുട്ടികൾ വലിയ ഒരു ദൂരെ ഇരുന്ന് വെറുതെ എല്ലി കൊടുക്കും. മൗലായ എല്ലി കുട്ടികളിനെ ചൂടും. രാത്രിയാകുമ്പോൾ ഒരു അക്കുസാമി എല്ലും, അതും കുട്ടികളടുത്തിരുന്ന് തടവും. ഈ 7 ദിവസം മന്ത്രിച്ച് കഴിയും. മൂപ്പർക്ക് മാറാത്ത രോഗവും ഇല്ല. അതിൽ അക്കുസാമും കൂടി നിങ്ങൾ കൊണ്ടുവരണം. ആ അക്കുസാമ് എന്ന് പറഞ്ഞത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ തവസ്സുലല്ല, ഇങ്ങനൊരു തവസ്സുലിന്റെ ഒരു കിതാബ് ഞാൻ കണ്ടിട്ടില്ല. അത് മുഴുവനും തവസ്സുൽ, ഒരു ഒറ്റ മണൽച്ചരിയോ മൂപ്പര് വിട്ടിട്ടില്ല. പക്ഷേ അത്രയും തവസ്സുലിന്റെ കൂമ്പാരമായ ആ പദ്യങ്ങൾ തുടങ്ങുന്നു. അതിന്റെ 3-ാമത്തെ വരിയിലല്ലേ 4-ാമത്തെ വരിയിൽ പറയുന്നെന്താ? تعوذت للرحمن بالسر والجهر من الشرك والشيطان ما دمت في الدهر. ഇത്രയധികം തവസ്സുലിന്റെ കിതാബിന്റെ തുടക്കത്തിൽ 3-4-ാമത്തെ വരിയിൽ എന്താ പറയുന്നത്? ശിർക്കിനെ തൊട്ട് ഞാൻ പഠിച്ചോളൂണ്ട് കാവലി. ഈ ശിർക്കിന്റെ കൊട്ടയായത് ഇത് മുഴുവൻ നിറച്ച് ശിർക്ക. അത് പറയാൻ തുടങ്ങുമ്പോൾ ആദ്യത്തിൽ തന്നെ എൻ.പി. മഹ്ദൂം പറഞ്ഞു,
تعوذت بالرحمن بالسر والجهر من الشرك والشيطان ما دمت بالدهر. ശിർക്കിനും തൊട്ട് കാവൽ ചോദിക്കുന്നു പറഞ്ഞുകൊണ്ടാണ് മൂപ്പരങ്ങോട്ട് തുടങ്ങിയിട്ട് കുറച്ചൊരു ഈ കടലിലെ തിരമാലകൾ ഓരോ തിരമാലകളും അടിക്കുന്ന തസ്ബീഹിന്റെ ഹക്കുകൊണ്ടും നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പെയ്യുന്ന ഓരോ തുള്ളി മഴയുടെയും ഹക്കുകൊണ്ട് ചോദിക്കുന്നു. ആകാശത്ത് മരത്തിൽ നിന്ന് പൊഴിഞ്ഞു വീഴുന്ന ഓരോ ഇലകളുടെയും ഹക്കുകൊണ്ടെല്ലാം നിന്റെ മഹരൂക്കാത്തിൽപ്പെട്ടതാണ്. അങ്ങനെ പറഞ്ഞിങ്ങോട്ട് വന്നിട്ട് പരിശുദ്ധ ഖുർആനിൽ നിന്ന് ആദ്യ ഹക്കി അലിഫിലാമീൻ എന്ന് പറഞ്ഞ് അവിടെ ഇങ്ങോട്ട് തുടങ്ങിയിട്ട് അവസാനം ഹുവല്ലാഹു ലം യലിദ് ഹുവല്ലാഹു ലം യൂലദ് യഖീനൻ ബിലാ ശക്ക് വഉറുഫിൻ ബിലാ റുക്രി എന്ന് വരെ ഓരോ സൂറത്തിനെയും കൊണ്ട് തവസ്സുൽ ചെയ്ത് അതൊക്കെ ഞങ്ങൾക്ക് എതിർപ്പില്ല. ഈ ആളുകളെ കൊണ്ട് പറയുന്നിടത്ത് വരെ പോകുന്നത് എന്ന് അത് മഹദൂം എന്ത് ചെയ്ത് നമുക്കൊന്ന് നോക്കാം. ബിജുംലതി മൻ ലബ്ബാക മിൻ ളഹരി ആദമി മിനൽ മുഅ്മിനീന സ്വാലിഹീന ഇലൽ ഹശ്രി. എന്താ പറയാ? എന്താ പറഞ്ഞത്? ബിജുംലതി മൻ ലബ്ബാക മിൻ ളഹരി ആദമി മിനൽ മുഅ്മിനീന സ്വാലിഹീന ഇലൽ ഹശ്രി. ആദമിന്റെ മുഴുവൻ നിന്ന് ഖിയാമത്ത് നാൾ വരെ ഉണ്ടായിട്ടുള്ള മുഴുവൻ മുഅ്മിനീങ്ങളുടെ ഹക്കുകൊണ്ടും. അത് മൊത്തത്തിൽ അങ്ങോട്ട് പറഞ്ഞു വെച്ചിന് ചില്ലറ പറയാതിരിക്കുന്നില്ല. കേട്ടോണം. മഹാനായ ഹാഷിമി എന്ന് പറഞ്ഞ നബിയാണ്. നബിയുടെ ഖബർ സിയാറത്തിട്ടുള്ള മുഴുവൻ മുഅ്മിനീങ്ങളുടെ ഹക്കുകൊണ്ടും എല്ലാം പറഞ്ഞ ഖബർ സിയാറത്ത് ചെയ്തതിന് കണക്കുവല്ലോ ഉണ്ടോ? റസൂലുള്ളാഹിയുടെ ഖബർ സിയാറത്തിലെ മുഴുവൻ മുഅ്മിനീങ്ങളെ കൊണ്ടും. പിന്നെന്ത് പറയണം? വീരിച്ച് പറയാൻ പോകാം. മൊത്തത്തിൽ പറഞ്ഞു بآدم من كرمته واصطفيته وعلمته العلم الذي كان لا يدري بسيف بإدريس بنوح بصالح بهود بلوط بالخليل الذي يغري. ഇവരെല്ലാം ഹക്കുകൊണ്ടും. وبابنه إسماعيل صادق وعده وإسحاق لما جاء في آخر الأمر. അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞു വന്നിട്ട് ബിമൂസ വഹാറൂൻ بعيسى بن مريم بكل نبي لست منه على خبري. മുഴുവൻ അമ്പിയാക്കളെ കൊണ്ടും. പക്ഷെ ഞങ്ങൾക്ക് അവരുടെ പേരറിയാൻ വയ്യ. ഇവർ പറയാൻ എല്ലാ അമ്പിയാക്കളുടെ പേരും 1,27,000 അമ്പിയാക്കളുടെ പേരറിയില്ല. അതാ പറഞ്ഞത് ബികുല്ലി നബിയ്യിൻ ലസ്തു മിൻഹു അലാ ഖുബരി. അവരുടെ മുഴുവൻ പേരിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഖബറില്ല. മുഴുവൻ അമ്പിയാക്കളുടെ ഹക്കുകൊണ്ടും. പിന്നത്താണ് പിന്നെ വലിയ ആളെ പിടിക്കുന്നത്. بأولهم بدءا وآخرهم مهدا محمد المبعوث بالفتح والنصر. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടുന്ന് ഇവിടം വരെ തവസ്സുൽ ചെയ്തു അവര്. എന്നിട്ട് തീർന്നോ? ബിജാഹി ഖലീലിൽ മുസ്തഫ വാനീതിഹി സലമാനി സുഗാരി കാന അബൂബക്കരി ബിജാഹി ബിൻ ഖത്താബ് അബി ഹഫ്സ് الرضا بجاه الشهيد المستجاب أبي أمري بجاه بن عفان من الشاهية به ملائكة الرحمن بالسر والجهر بجاه علي رابع القوم بالهدى فمن علي بالهداية والنصر هما السيدان السابقان إلى الهدى شهيداه علي بن أبي طالب عثمان بن عفان شهيدا بن وريا ഷഹീദാഹു സിഹ്റാഹു ഫയാശറഫസ്ഹിരി. ഇവരെ മുഴുവനും ഹക്കുകൊണ്ടും. ബിഫാത്തിമത്ത സഹ്റായി സയ്യിദത്തുൻ നിസാ. അത് കേൾക്കുമ്പോൾ എന്തൊരു രസമാണ്. എല്ലാ പെണ്ണുങ്ങളുടെയും സയ്യിദത്തായ ഫാത്തിമ ഒഴിയെ കൊണ്ട് ബിഫാത്തിമത്ത സഹ്റായി സയ്യിദത്തുൻ നിസാ ബിസിബ്തി റസൂലില്ലാഹി ഫഖ്റൻ അലാ ഫഖ്രി. അന്തസ്സിന്റെ മേലെ അന്തസ്സുള്ള തങ്ങളുടെ രണ്ട് പേരെ കുട്ടികളുടെ കൊണ്ടും. അങ്ങനെ അവസാനം വരെയുള്ള എല്ലാ മഹാന്മാരുടെയും മഹതികളെയും
ഖുർആനും ഹദീസും എല്ലാം കൊണ്ട് തവസ്സുൽ ചെയ്ത് ബഹുമാനപ്പെട്ട ജൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു. ജൈനുദ്ദീൻ മഖ്ദൂമിനെ അങ്ങനെ നമ്മൾ കാഫിറാണെന്ന് പറയാൻ നോക്കുവോ? ജൈനുദ്ദീൻ മഖ്ദൂമിന് അവരുടെ കിതാബുകളും നിർത്തുന്നുണ്ടേ. ഈ പദ്യ സമൂഹം തുടങ്ങുമ്പോൾ നാലാമത്തെ വരിയിൽ ചെറുക്കെടുത്തിട്ട് ഞാൻ കാവടി ഒതുക്കുന്നു പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. അപ്പൊ ഈ പറയുന്ന ഒന്നും ജൈനുദ്ദീൻ മഖ്ദൂമിന്റെ അടുത്ത് ചെറുക്കല്ല അല്ലേ? പിന്നെ അങ്ങോട്ട് മേപ്പോട്ട് നോക്കിയാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറയാനുണ്ടോ? മുഹമ്മദുൽ ബൂസരി ഇമാമിന്റെ ബഹുമാനപ്പെട്ട ഹംസിയ, അവരുടെ തന്നെ ബഹുമാനപ്പെട്ട മുബരിയ, അവരുടെ തന്നെ ബുറൂദ്, ഇത് മുഴുവനും തവസ്സുലല്ലേ? ആരാണ് ബൂസരി ഇമാമ്? ആ ബൂസരി ഇമാമിനെ നമ്മൾ ഗാഫറാക്കാൻ നിൽക്കുമോ? ബഹുമാനപ്പെട്ട അബൂബക്കർ റഷീദുൽ ബഗ്ദാദി തങ്ങളല്ലേ എന്തോന്നാ വിക്കരിയ, അത് മുഴുവനും തവസ്സുലല്ലേ? അവരെങ്ങനെ ഗാഫറാക്കാൻ നിൽക്കുമോ? മുഹമ്മദ് എന്ന് പറയുന്നത് സദഖത്തുല്ലാഹിൽ ഖാഹിരിലല്ലേ? അതെങ്ങനെ നമ്മൾ ഗാഫറാക്കുക? നേരത്തെ പറഞ്ഞിട്ട് മലക്കുകളുമായി ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, മലക്കുകൾ വന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങളുടേത് എങ്ങനെയാണ് നമ്മൾ അവരെ ഗാഫറാക്കുന്നത്? അങ്ങനെ അവിടെ നിന്നാണ് ഇനി കുറച്ചുകൂടെ വേപ്പോട്ട് പോയി നോക്കാമെന്ന് പറയുള്ളൂ. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അസ്സയ്യിദ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ അസ്സവാഉൽ മുഹ്രിഖയിൽ നിന്ന് നോക്കൂ, കാണാം. തവസ്സുൽ കൂടാതെ അള്ളാഹുവിനോട് നിങ്ങൾ ഒരു വസ്തുവും ചോദിച്ചു പോകരുതേ എന്ന് ബഹുമാനപ്പെട്ട ഔസുലഭം. തവസ്സുലില്ലാതെ നിങ്ങൾ ഒരു കാര്യവും റബ്ബിനോട് ചോദിക്കരുത്. ആരെങ്കിലും ബന്ധപ്പെട്ട് മാത്രം മുമ്പോട്ട് പോയാൽ മതി, സ്വതന്ത്രമായിട്ട് അങ്ങോട്ട് പോകാൻ നിൽക്കണ്ട. അതിന് തെളിവായിട്ട് നമ്മൾ മനസ്സിലാക്കണം, മുസ്തഖീമായ വഴിയിലാക്കണമെന്ന് പറഞ്ഞ ഇനഫൻ മോർ പോരെ, മുസ്തഖീമായി ചൊവ്വായ വഴി ഞങ്ങളെ ആക്കണേ എന്ന് പറഞ്ഞ് നിർത്തിയാ പോരാ. റസൂലുള്ളാഹി പോലും അവിടെ നിർത്തിയാ പോരാ, തങ്ങളുടെ അപ്പുറത്ത് ആരുണ്ട്? എന്നിട്ടും പറഞ്ഞെന്താ, നിന്റെ രഹമത്ത് കിട്ടിയവരും നിന്റെ കോപത്തിന് ഇരയാത്തവരുമായ സാലിഹീങ്ങളായ ആൾക്കാരുടെ കൂട്ടത്തിൽ ചേർക്കണേ. കൂട്ടത്തിലേ പറയാവുള്ളൂ, ഒറ്റക്കൊറ്റക്ക് പറയാൻ നിൽക്കണ്ട. അത് മനസ്സിലായില്ലേ? കൂട്ടത്തിൽ പറയണം. അതാ ഊസലും പറഞ്ഞ തവസ്സുലില്ലാതെ നിങ്ങളൊരു കാര്യവും പറഞ്ഞു പോരുത്. ഒറ്റക്ക് പറഞ്ഞാൽ വിവരം അറിയും. ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാം ചോദിച്ചു, ഫലമ്മ ബലഗമായ ഹുസായ قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى قال يا أبت افعل ما تؤمر ستجدني إن شاء الله من الصابرين. നിന്നെ അറക്കണമെന്ന് ഞാൻ കിനാവ് കണ്ടിരിക്കുന്നു മോനെ, ഞാൻ എന്താ ചെയ്യേണ്ടത് നിന്റെ അഭിപ്രായം പറയുമെന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി പറഞ്ഞു, അല്ലാഹു തആല അങ്ങയോട് കൽപ്പിച്ചതുപോലെ ചെയ്യണം. ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. അല്ലാഹു തആല അവൻ വേണ്ടി വെച്ചെങ്കിൽ ക്ഷമിച്ച മഹാന്മാരുടെ കൂട്ടത്തിൽ ഞാനും ആവും എന്നാ പറഞ്ഞത്. നേരെ മറിച്ച് മൂസാ നബി എന്ത് പറഞ്ഞു? മൂസാ നബി എന്ന് മറ്റേ ഖദർ നബിയെ കണ്ടല്ലോ, എന്നിട്ട് ചോദിച്ചല്ലോ, ഹൽ അത്തബിഉക അലാ അൻ തുഅല്ലിമനി മാ ഉല്ലിംത റുശ്ദാ قال إنك لم تستطيع معي صبرا إن شاء الله صابرا ولا أعصي لك أمرا. പടച്ചമിടയ്ക്ക് ഞാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു. മൂസാ നബി പറഞ്ഞ്, അപ്പം ഞാൻ നിങ്ങളുടെ കൂടെ വരട്ടെ എന്ന് ഖദർ നബിയോട് മൂസാ നബി എന്ന് ചോദിച്ചു. ഹൽ അത്തബിഉക അലാ അൻ തുഅല്ലിമനി മാ ഉല്ലിംത റുശ്ദാ, നിങ്ങൾക്ക് അല്ലാഹു തആല പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്, അത് റുശ്ദ ഹിദായത്ത് തന്നെയാണ്. നബിയായി വിട്ടിരിക്കുന്നത് മൂസാ നബിയുടെ സ്ഥാനത്തുണ്ടോ ഖദർ നബി? ഇല്ലല്ലോ. ചില കാര്യങ്ങൾക്ക് അങ്ങനെ ഉണ്ട്. എന്തോന്ന് മൂസാ നബിയെക്കാണ് വലുതാണോ? മൂസാ നബി മുഖറബായ നബിയല്ലേ, ഉലുൽ അസ്മിൽപ്പെട്ട ആളല്ലേ. ഖദർ നബി നബിയാണെന്ന് പോലും തർക്കമുള്ളതല്ലേ. ആ ഖദർ നബിയുടെ അടുത്ത് പോയി കാര്യം സാധിക്കാൻ അല്ലാഹു തആല പറഞ്ഞ ഖുർആനല്ലേ. അതിന് ഓരോന്നിനും കാര്യങ്ങളുണ്ട്, എല്ലാത്തിനും ചില ഗുഡൻസ് ഉണ്ട്. അത് എല്ലാ പബ്ലിക്കും അദ്ദേഹം പോയി പഠിച്ച് മനസ്സിലാക്കുമ്പോൾ നേരെയാവും. അങ്ങനെ അല്ലാഹു തആല ഇന്നടുത്ത് മജ്മുഅൽ ബഹർ ഇന്നടുത്ത് ഒരാളുണ്ട്, അവിടെ ചെന്ന് പിൻപറ്റിക്കോളാൻ പറഞ്ഞ് നബി അയച്ചു. കുറെ കാര്യങ്ങൾ അവിടുന്ന് പ്രാക്ടിക്കൽ നോളജ് കിട്ടേണ്ടതുണ്ട്. അവിടെ ചെന്നപ്പോൾ ചെന്നേച്ച് നോക്കുമ്പോൾ ഒരു മനുഷ്യൻ ഇരിക്കും. അപ്പോൾ ഖദർ നബിയാ മുപ്പരോട് ചോദിച്ചാൽ ഞാൻ നിങ്ങളുടെ കൂടെ വരട്ടെ, നിങ്ങളുടെ കൂടെ പിൻപറ്റിക്കോട്ടെ, നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് റുഷ്ദാണ്, ഹിദായത്താണ്, ഞാനിവിടെ വന്നോട്ടെ. പോയി പണി നോക്കും മൂസാ നബിയെ.
കാല ഇന്നക്കെല്ലാം ദസ്തമായ സബറ എൻ്റെ കൂടെ നടന്ന എൻ്റെ പ്രവൃത്തി ഒന്നും കണ്ട് നിങ്ങൾ ക്ഷമിക്കത്തില്ല. പിന്നെ വെറുതെ അങ്ങേറെ നിൽക്കാൻ നിങ്ങൾ നിങ്ങളുടെ പാടായാലും വളരെ പറഞ്ഞു സത്താഹുവിനെ സാബിരി അല്ലെ അള്ളാഹു സാബിറൻ അള്ള വേണ്ടതെങ്കിൽ ഞാൻ ക്ഷമിക്കും എന്നെ നിങ്ങൾ ക്ഷമിക്കുന്നവനായിട്ട് കാണാൻ കഴിയും. മറ്റേ കുട്ടിയെന്ത് പറഞ്ഞു? ഞാൻ ക്ഷമിക്കുന്ന സൽജനങ്ങളുടെ കൂട്ടത്തിൽ ഞാനും പെടും എന്ന് പറയും. മൂസാ നബി വലിയ ആളല്ലേ പറഞ്ഞു ഞാൻ ക്ഷമിക്കും എന്ന് പറഞ്ഞു. എന്നാ കാണാം. എന്നാ ഒരു കാര്യം സാബിർ വല ആഴ്ചയിലക്കാമ്പ നിങ്ങൾക്കൊരു കൽപ്പനയ്ക്ക് വ്യത്യാസം ഞാൻ ചെയ്യത്തില്ല. അപ്പൊ പറഞ്ഞു ശരി ക്ഷമിക്കാതെ നിങ്ങൾ കരാർ ചെയ്തല്ലോ. എന്നാ ഞാൻ പറയാൻ പോവാ ഫൈനിത്തനി അതാ തെസ്സല്ലി ഞാൻ അതിന്റെ കള്ളി ഒടുവിൽ പറഞ്ഞു തരും. അതുവരെ നിങ്ങൾ എന്നോട് ഞാൻ എന്ത് ചെയ്താലും ചോദിച്ചു പോയത്. ഒടുവിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതുവരെ ക്ഷമിച്ചോണം കേട്ടോ. ഏറ്റോ ഞാൻ യാതൊന്നും ചോദിച്ചിട്ടില്ല. നിങ്ങളുടെ കൂടെ വരാം. فانطلقا حتى إذا ركبا في السفينة خرقها قال خرقتها لتغرق أهلها لقد جئت شيئا إمرا. അങ്ങോട്ട് പോയത് ജലവാഹനത്തിൽ ഒരു പോവുക ഒരു കപ്പലിൽ. അങ്ങോട്ട് കുറച്ച് ഹിമറിലത് കുടിഞ്ഞു നിന്ന് ആണ്ട് ചെയ്യുന്നു എന്നൊരു ശബ്ദം. മൂസാനചാരിച്ച ഞാനവിടെ അവിടെ കൂടിയില്ല. എന്നാലും ഞാൻ ഉദ്ദേശം ചോദിച്ചതായിരിക്കും. മൂപ്പരോട്ട് എത്തി നോക്കി എന്താ ചെയ്യുന്നു. നോക്കുമ്പോ അവിടെ ഒരു ഓട്ടയിടുക. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഇതിനകത്തുള്ള ജനങ്ങൾ മുഴുവൻ മറ്റു പോകത്തില്ലേ? വെള്ളത്തിൽ താന്നു പോകത്തില്ലേ? നിങ്ങൾക്ക് വിവരമില്ലേ? അപ്പം ശിവനോട് ഇങ്ങനെ നോക്കിക്കാണ് ആരായത്. നേരത്തെ കരാർ ചെയ്ത ആളാണോ? അതെ. കാലാലം മക്കുത് പിന്നെ കലന്തസ്തമായ സബറ എന്റെ കൂടെ ക്ഷമിക്കാൻ നിങ്ങൾക്ക് കഴിയത്തില്ലെന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ മൂസാ നബിയെ? പറഞ്ഞു. ഞാനൊരു കണക്കില്ലേ? ഞാൻ പാവലെ നിങ്ങൾ പിന്നീട് പറഞ്ഞു തരുന്നത് ഞാൻ കാത്തിരിക്കണം. ഞാനിപ്പോ മരിച്ചിട്ടില്ല. അപ്പൊ പറഞ്ഞു നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ? ശരി ശരി പറഞ്ഞതാ. അതുകൊണ്ട് കാലില്ല വിമാനം ഒരാ തുറഹിക്കുന്ന ഞാൻ മറന്നുപോയാ. മറന്നതിന് നിങ്ങളെ പിടിച്ചത്. നിങ്ങളുടെ ചെയ്ത കരാർ ഞാൻ മറന്നുപോയി. അതുകൊണ്ട് അതിനെന്നെ പിടിക്കരുത് എന്ന് പറഞ്ഞു. ശരി ന്യായം പറഞ്ഞാൽ കേൾക്കണമല്ലോ. മറന്നുപോയതാ. അങ്ങോട്ട് പോയപ്പം കളിച്ചോണ്ട് നിൽക്കുന്നു കുറച്ച് പിള്ളേർ. ഞങ്ങൾ ഖുർആനിന് 100% എടുക്കത്തില്ല. അതൊക്കെ വെറുതെയാണെന്ന് പറഞ്ഞു നമുക്ക് ചർച്ചയില്ല. എല്ലാം ഖുർആനിലുള്ളതാണ്. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ ഓതുന്നത്. അതിൽ നിന്നൊരു നല്ല മനോഹരമായ ഒരു കുട്ടിയെ വിളിച്ചു നോക്കി പിളകി പിടിച്ചിട്ട് ഇരിച്ചങ്ങോട്ട് കൊന്നുകളെ. ആരാ? ശിവനബി. ഒരു ഭംഗിയുള്ള സമ്മതിയുള്ളൊരു കുഞ്ഞു നിങ്ങൾ കൊന്നു. അവൻ വേറെ വല്ലതിനെ കൊന്നിട്ടാണോ നിങ്ങൾ ചെയ്ത്? എന്തക്കണം? കാലാല മക്കളുടെ നിന്നോട് ഞാൻ പറഞ്ഞില്ലായിരുന്നു എന്റെ കൂടെ വരണ്ട. അങ്ങനെ ഞാൻ എങ്ങനെ അർത്ഥം വെച്ചു എന്നാണ് നിങ്ങൾ ചിന്തിക്കും അല്ലേ? അങ്ങനെ ഞാൻ എങ്ങനെ അർത്ഥം വെച്ചു നിങ്ങൾ ചിന്തിക്കുക. ആദ്യം തെറ്റ് ചെയ്തപ്പോ എന്തോ പറഞ്ഞ് കാലാലം അക്കുൽ ഇന്നക്കലന്റെ സത്യമായ സവറാന്നേ പറഞ്ഞത്. രണ്ടാമത് കൊടുത്തക്കറിയ അലവലം അക്കുല്ലക്ക എന്ന് പറഞ്ഞു. അവിടെ തകീല. എന്നോട് ഞാൻ പറഞ്ഞില്ലായിരുന്നോ എന്നോട് വരണ്ട? ഇനി നേരത്തെ മറന്നതാ. അതുകൊണ്ട് കാല ഇൻസാദ് സാഹിബിന് നിങ്ങളുടെ ഔദാര്യം റിക്വസ്റ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട് എനിക്ക്. എനിക്കിപ്പോ ന്യായമായിട്ട് തന്നെ പിരിച്ചുവിടാനുള്ള കാരണം വന്നുപോയി. പക്ഷെ നിങ്ങളുടെ ഔദാര്യം റിക്വസ്റ്റ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. അത് തരണം. ഒറ്റ പ്രാവശ്യം കൂടെ എന്നെ കൊണ്ടുപോകണം. എന്നിട്ട് ഏതെങ്കിലും കുറ്റക്കളി ചെയ്യുന്നെങ്കിൽ എന്നെ പിരിച്ചു വിട്ടോളണം. അപ്പൊ അതും സമ്മതിച്ച് ഹൃദയം. അങ്ങനെ വന്തലക്കാഹത്തായിത അത്തയാഹല കറിയത്തിന് ഇസ്തഫാമാഹലഹ ഫഅബൂഹുമാ ഫവജദാ ഫീഹാ ജിദാറൻ യുരീദു അൻ യൻഖളഫ ഖാമഹു. ഇവരങ്ങോട്ട് പോകുമ്പോൾ അന്താക്കിയാൻ പറഞ്ഞൊരു പട്ടണത്തിൽ ചെന്നു. അവിടുത്തെ അന്തേവാസികളോട് ഇവർ 2 അമ്പിയാക്കളായി ചെല്ലുന്നത്. അത് വിശക്കുന്നതിന് വല്ലതും കിട്ടുമോ? അന്വേഷിച്ചപ്പോൾ ഇവിടെ വിശക്കുന്നതിന് കൊടുക്കുന്ന പരിപാടിയേ വിടില്ല.
അങ്ങനെ പാരമ്പര്യം ഞങ്ങൾക്കില്ലെന്ന് അറിയിച്ചു. വല്ലതുമില്ല കൊടുക്കുന്നു. ആ പോട്ടൽ പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ടൗണിന്റെ ഒരു ഭാഗത്തൊരു മതിലിങ്ങനെ ചാഞ്ഞു നിൽക്കും, വീഴാനെടുത്തു. ഹെദർനബി അതൊന്ന് മൂർത്തി വെച്ചു, ചെടി ഉണ്ടാക്കി എടുത്താൽ എല്ലാം ഒന്ന് നന്നാക്കുന്നു. മുസാലിബ് വെള്ളം തരാത്ത ഇന്ന മക്കളെ അവരെന്താ അവരുടെ മതിൽ. അപ്പൊ മുസാലിബ് ഇടക്കിടക്കിട നോക്കും, ഇയാളെന്തോ ചെയ്യുന്നു, തലയ്ക്ക് ചൂട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുക. അപ്പം ഇടക്കിടയ്ക്ക് സുവർണ നോക്കുന്നുണ്ടായിരിക്കും, എന്തെങ്കിലും വരുമെന്നറിയാം, നോക്കുന്നുണ്ട്. പവലാബദ്ധമല്ലേ ഇങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ എന്താ നമുക്ക് ചോദിച്ചതാണ്. അതേ പറഞ്ഞു എന്തോ ആയിട്ട് കാലൗഷികത്തലത്താലിച്ചേക്കറ. അവരോ ഇത് ചെയ്യുമ്പോഴേ നമ്മളവരോട് കൂലി നിശ്ചയിച്ചുകൊണ്ട് ചെയ്തിരുന്നെങ്കിൽ അതെങ്കിലും മേടിച്ചൊരാപ്പ് കുടിച്ചാലും കാര്യോടത്ത് കാലഹാദാസിറാക്കുബൈനിയോ ബൈനിക്ക ഇനി നമ്മളെ ഒക്കത്തിൽ ഞങ്ങൾ വഹിച്ചോളാൻ പറഞ്ഞു. നിങ്ങളെ എന്റെ കൂടെ കൊണ്ടു നടക്കാൻ പറ്റില്ല. ഓ അല്ലെങ്കിൽ ഞാനിട്ട് വരുന്നുമില്ല നിങ്ങളുടെ കൂടെ, ഇയാളും പണി ചെയ്യാം. അതിലേക്ക് ഞാനിട്ട് വരുന്നുമില്ല നിങ്ങളുടെ കൂടെ, ഞാനെ കൊണ്ടുപോകത്തില്ലല്ലോ, ഞാൻ വന്നിട്ട് വേണമല്ലോ. ഇയാളും പണി ചെയ്തിട്ട് നമ്മളെ കിട്ടത്തില്ല. ഇതൊക്കെ വാഹൃശരീരത്തിന് പരിപാടിയല്ലേ മൂസയുടെ വീടെടുത്തുള്ളത്, മറ്റേത് വേറെയല്ലേ. ഇവിടെ എന്ത് മനസ്സിലാക്കി? ആ കുട്ടി പറഞ്ഞു ഇൻഷാ അല്ലാഹുവിനെ സ്വാബിരീൻ, സബൂറുള്ള മഹാന്മാരുടെ കൂട്ടത്തിൽ ഞാൻ പെടും എന്ന് പറഞ്ഞു. കുട്ടിയെ അറക്കാൻ പാടുകുറെ പെട്ടല്ലോ അല്ലേ? ഇബ്രാഹിം നബി എല്ലാവരും കൂടെ കൂടി പിടിച്ചല്ലേ, വലക്കും കിഴക്കും എല്ലാം കൂടെ പണിയൊന്നും നടന്നില്ല. മുമ്പ് കുട്ടി സുഖമായിട്ട് പോകുന്നു. മൂസാ നബി അലൈഹി സ്വലാം ഞാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞില്ല, സ്വന്തം പറഞ്ഞപ്പോൾ മൂസാ നബി അവസാനം തെറ്റിത്തിരിഞ്ഞ് കാര്യം പരാജയപ്പെട്ടിട്ട് പോകുന്നു. കൂട്ടുപിരിയേണ്ടി വന്നില്ലേ? ഈ രണ്ടും കൂടെ തട്ടിച്ചു നോക്കി. കുട്ടി പറഞ്ഞു ഞാൻ നിന്നെ അറക്കണമെന്ന് കിനാവ് കണ്ടിരിക്കുന്നു, നിന്റെ അഭിപ്രായം എന്താ മോനെ ചോദിച്ചാൽ പാപ്പ അറുത്തു പടച്ചം പറഞ്ഞ ചെയ്തു, ഞാൻ സബൂർ ചെയ്ത മഹാന്മാരുടെ കൂട്ടത്തിൽ പെടുമെന്ന് പറഞ്ഞു. മൂസാ നബി എന്ന് പറഞ്ഞു ഞാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞു. എന്നാ ക്ഷമ കാണാമെന്ന് ഒറ്റ സ്ഥലത്ത് ശ്രമിക്കാൻ കളിച്ചില്ല. അവസാനം അവർ ഓടിച്ചു വിട്ടു മൂസാ നബിയെ. ഇത് നമുക്ക് പാഠമാണ്, ഓർമ്മ വേണം. അപ്പൊ അതുകൊണ്ട് അതാണ് ഔസുല്ലാദം പറഞ്ഞത്, തവസ്സുല് കൂടാതെ മറ്റൊരാളിനെ കൂടെ ചേർത്ത് റബ്ബിനോട് പറയുമ്പോ, അതുകൊണ്ട് റബ്ബിന്റെ ചെന്ന് ഇയാളാണ് ചെയ്യുന്നൊന്നുമില്ല, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ഒരാളിനെ ഇടയ്ക്ക് നിർത്തിക്കൊണ്ട് പറയുന്നതാണ് ഉത്തമം. നേരിട്ടങ്ങ് പറഞ്ഞാൽ എന്ന് പറയാൻ അത്ര അഹങ്കാരം നിനക്ക് പറ്റത്തില്ലെന്നാണ് തീരുമാനം. അത്ര അഹങ്കാരം പറ്റത്തില്ല. എത്ര വലിയവരാണെങ്കിലും അല്ലാഹുവിനോടാണ് ചോദിക്കുന്നത്. നമ്മൾ അഖീദ എന്ന് പറയുന്നത് ഒരു മൂമിനായ മനുഷ്യൻ അവൻ ഇസ്തിഗ്ഹാസ ചെയ്യുന്നതായാൽ അതിന് മജാസിയായ മാനക്ക് തിരിച്ചുവിടേണ്ടത് ഫറവാണെന്ന് മാനിയുടെ ഉടമാക്കൾ ഐലൻഡേ പറഞ്ഞിരിക്കുന്നു. ഇത് നിങ്ങൾ മുത്തസിൽ മാനി തജ്വീദുൽ ബനാനി ദസൂഖി തുടങ്ങിയ കിതാബുകൾ എടുത്ത് നോക്കിക്കോളൂ. കാരണം എന്താ, അവൻ ശിർക്ക് വരാനൊക്കത്തില്ല. അവൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അസീം. ശക്തി അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും ഇല്ല. ഒരാളിന് ഒരു വിരലടക്കാൻ പോലും ഒരാൾക്ക് ശക്തി അപ്പഴ പുന്നാരം കടിച്ചു പോലും ഒരു വിരൽ ഇങ്ങനെ എനക്കണമെങ്കിൽ അപ്പോഴപ്പോഴല്ലാഹു ശക്തി കൊടുക്കണമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ബാക്കിയുള്ളവർ പറയുന്ന അള്ളാനെ കാത്തു സൂക്ഷിക്കാൻ നടക്കുന്നവരോ അവർ ഇയ്യാക്കാൻ നിനക്ക് മാത്രം അബുദു ഞങ്ങൾ ആരാധിക്കുന്നു, വയ്യാക്കാൻ നിന്നോട് മാത്രം നെസ്സായിരുന്നു ഞങ്ങൾക്ക് സാധിക്കാത്തതിന് അവർ ചോദിക്കുന്നു. ഞങ്ങൾക്ക് സാധിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്, അതിൽ നിന്റെ ഒത്താശയൊന്നും വേണ്ടടാ പടച്ചവനെ. അത് സുന്നത്യമായത്തിന്റെ വിശ്വാസത്തിനെതിരാണ്. സുന്നത്യമായത്തിന് പുന്നാരടിപ്പിക്ക് പോലും അവർ ഹയാത്തോടുകൂടി ഇരിക്കുമ്പോൾ പോലും ഒരു വിരലിങ്ങനെ റസൂലുള്ളാഹിക്ക് അനക്കണമെങ്കിൽ അപ്പോൾ അല്ലാഹുവിന് ശക്തി കൊടുക്കണമെന്ന വിശ്വാസക്കാരാണ് സുന്നത്യമായിട്ട്. രണ്ടും കൊടുക്കുക. ഫാത്തിഹയുടെ തഫ്സീർ ചോദിച്ച് ഇയ്യാക്കാൻ നിനക്ക് മാത്രം അബുദു ഞങ്ങൾ ആരാധിക്കുന്നു, ഇയ്യാക്കാൻ നിന്നോട് മാത്രം നെസ്സായിരുന്നു ഞങ്ങൾക്ക് സാധിക്കാത്തതിന് കാര്യം അവർ ചോദിച്ചു. ഞങ്ങൾക്ക് സാധിക്കുന്ന കുറച്ച് കാര്യമുണ്ട്, അതിൻ്റെ ഒന്നും വേണ്ട എന്നല്ലേ എൻ്റെ മലയാളം. ഇവിടെ സുന്നത്യമായത്തിൻ്റെ അഖീദയല്ല. നമുക്ക് സാധിക്കുന്ന ഒരു കാര്യവും ഇല്ല. നമുക്കൊരു ശ്വാസം വിടാൻ നമുക്ക് ശക്തിയില്ല, വിരലനക്കാൻ ശക്തിയില്ല, ഹയ്യിനുമില്ല മയ്യത്തിനുമില്ല. ആരാണ് അല്ലാഹുവിന്റെ ഖുദ്റത്ത് കാക്കുന്നവർ? ഹയ്യിനും മയ്യത്തിനും ശക്തിയില്ല എന്ന് വിശ്വസിക്കുന്നവരാണോ? ഹയ്യിന് ആവശ്യമുള്ള ശക്തിയുണ്ട്, മയ്യത്തിനില്ല ഇല്ലെന്നേ ഉള്ളൂ എന്ന് പറയുന്നവരാണോ അല്ലാഹുവിനെ ശക്തി അംഗീകരിക്കുന്നവർ? സ്പഷ്ടമായിട്ട് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ
നമ്മൾ വിശ്വസിക്കുന്ന ഹയ്യനുമില്ല മയ്യത്തിനുമില്ല ചക്ക്, ജീവിച്ചിരിക്കുന്നവനുമില്ല മരിച്ചവനുമില്ല ചക്ക്, എല്ലാം അള്ള കൊടുക്കണം എന്ന് വിശ്വസിക്കുന്നവരും. ജീവിച്ചിരിക്കുന്നവർക്ക് അത്യാവശ്യത്തിനൊക്കെ ഉണ്ട്, അതിനകത്ത് അള്ളാഹുത്താലൊക്കെ വലിയ പങ്കൊന്നും വേണ്ട. മരിച്ചുപോയവർക്ക് കൊടുക്കണം എന്ന് വിശ്വസിക്കുന്നത് അള്ളാഹുവിന്റെ കുതിരത്തിന് ചോദ്യം ചെയ്യുന്ന കേസിൽ അവരാ പ്രതിയാകും, നമ്മൾ പ്രതിയാകില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഓസുകാരം പോലുള്ള ആൾക്കാരും ഈ ഇവർ പറഞ്ഞ അനുസരിച്ചാണ് ചെറുക്കാണല്ലോ തവസ്സുൽ കൂടാതെന്ന് പറയലെന്ന് പറഞ്ഞ് അബുൽ ഹസൻ സാദലി ഇമാം തങ്ങൾ എഴുതിയിരിക്കുന്നു, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം സാധിക്കാനുണ്ടെങ്കിൽ ഒസാലി ഇമാമിനെ കൊണ്ട് തവസ്സുൽ ചെയ്തോളാൻ. അബുൽ ഹസൻ സാദലി ഇമാം, ഞാനിവിടെ നിന്ന് എയർപോർട്ടിൽ ഇങ്ങനെ കയറി വരിക കേട്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അങ്ങനെ അങ്ങോട്ട് പോയി നോക്കുമ്പോൾ ഇനി ദീനിന്റെ അയിമത്തുകളെ തന്നെ എടുത്തു നോക്കാം. ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബളാണല്ലോ ഒടുവിലത്താള്. അഹമ്മദ് ബിൻ ഹംബൾ റളിയല്ലാഹു അൻഹു സദാ ശാഫി ഇമാമിനെ കൊണ്ട് തവസ്സുൽ ചെയ്യുന്നത് കണ്ടപ്പോൾ സ്വന്തം മകൻ തന്നെ ചോദിച്ചു, അഹമ്മദ് ബിൻ ഹംബളിനോട് സ്വന്തം മകൻ ചോദിച്ചു, അല്ല വാപ്പേ, നിങ്ങൾ മറ്റാരെ കൊണ്ടും ചെയ്യാതെ ശാഫി ഇമാമിനെ കൊണ്ട് മാത്രം ഇങ്ങനെ തവസ്സുൽ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ, മാനേ ശാഫി ഇമാം സൂര്യനെ പോലെയാണ്, സൂര്യനേക്കാൾ വലുതാണ്, അത് ജനങ്ങൾക്ക് അത്രമാത്രം പ്രയോജനമുള്ള ഒരാളാണ് ശാഫി ഇമാം. റക്കാഹു അദ്കാമിൻ ദുകാദിഹി ലഖത്ഫി കൗനിഹാ വറഅകലാത്തിൻ കുല്ല കൗനിൻ ഇമാം ശാഫിഈ. അർത്ഥം റക്കാഹു അദ്കാമിൻ ദുകാദിഹി ലഖത്ഫി കൗനിഹാ വറഅകലാത്തിൻ കുല്ല കൗനിൻ ഇമാം ശാഫിഈ. റക്കാഹു ശാഫി ഇമാമിന്റെ ബുദ്ധി അതുക്ക അത് പ്രക്ഷോഭിക്കുന്നു, മിന്ദുക്ക സൂര്യനേക്കാൾ. റക്കാഹു അതുക്ക മിന്ദുക്ക വിഹി ശാഫി ഇമാമിന്റെ ആ ബുദ്ധി ലക്കത്തുഹി അല്ല സൂര്യന്റെ പ്രകാശം, വിഹി ലക്കത്തുഹി കൗലിഹ അതിന്റെ മണ്ഡലത്തിൽ മാത്രമേ അത് പ്രകാശം വരുന്നുള്ളൂ. അതാക്ക ശാഫി ഇമാമിന്റെ ബുദ്ധി അതുക്ക കുല്ല കൗനിൽ എല്ലാ മണ്ഡലത്തിലും പ്രകാശം വരുത്തുന്നതാണ്. റക്കാഹു അതുക്ക മിന്ദുക്ക വിഹി ലക്കത്തുഹി കൗലിഹ വറഅകലാത്തിൻ കുല്ല കൗനിൻ ഇമാം ശാഫിഈ. رأي حق رأيه حار آراء الورى أهرى ببشرى الرائي رباه الإمام الشافعي. അപ്പോൾ അതാണ് ശാഫി ഇമാമിനെ കൊണ്ട് അഹമ്മദ് ബിൻ ഹംബൽ പതിവായിട്ട് തവസ്സുൽ ചെയ്തിരുന്നു. ഇതെല്ലാം ദേശ നമ്മുടെ മുമ്പിലുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അവിടെ നിന്ന് അങ്ങോട്ട് കയറിയിട്ട് ഇനി അടുത്ത ആൾ ശാഫി ഇമാമിന്റെ കാര്യം പറയണ്ടല്ലോ. ബഹുമാനപ്പെട്ട ശാഫി ഇമാം തങ്ങൾ ആലുന്നബിയത്തി വഹും ഇലൈഹി വസീലത്തി അർജു ബിഹിം ഉതാദ ബിയദിൽ യമീനി സഹീഫത്തി. ശാഫി ഇമാം ആലുന്നബി നബി തങ്ങളുടെ അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞാൽ അതെന്റെ പിടികയറാണ്. വഹും ഇലൈഹി വസീലത്തി അല്ലാഹുവിലേക്കുള്ള എന്റെ വസീലയുമാണ്. അർജു ബിഹിം ഉതാദ അവരെ ബർക്കത്തുകൊണ്ട് എന്റെ റബ്ബിനോട് ഞാൻ ചോദിക്കുന്നു, എന്റെ നന്മതിന്മകളെ എഴുതിയ കിതാബിലെ എന്റെ വരയിൽ തെളിയിക്കണമെന്ന്. ഇമാം ശാഫിഈ തങ്ങൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി എവിടെത്തി? നമ്മൾ ഇവിടുന്ന് നമ്മുടെ അടുക്കളക്കാരി വേലക്കാരി ശേലപാത്താമ വരെ ശാഫിഈ ഇമാം വരെ ഞാൻ എത്തിക്കഴിഞ്ഞില്ലേ? ബഹുമാനപ്പെട്ട മാലിക് ഇമാം തങ്ങൾ ശാഫിഈ ഇമാമിന്റെ ഗുരുവല്ലേ, ഉസ്താദല്ലേ? ബഹുമാനപ്പെട്ടവർ മദീനത്ത് പള്ളിയിൽ വന്നപ്പോൾ അന്നത്തെ ഖലീഫയായിരുന്ന അൽ ഖലീഫത്തുൽ മൻസൂർ അൽ അബ്ബാസി റഹ്മഹുല്ലാ ശാഫി ഇമാം മാലിക് ഇമാമിനെ കണ്ടു ചില കാര്യങ്ങൾ ചോദിച്ചു. പലരും ചോദിച്ച കൂട്ടത്തിൽ ഒരു ചോദ്യം ഇതായിരുന്നു, അഷ്റഫുൽ സിയാറത്ത് ചെയ്യുമ്പോൾ മാലിക് ഇമാം പറയുന്നത് തങ്ങളുടെ ഖബർ സിയാറത്ത് എന്ന് പറയുന്നതിന് ഞാൻ കറാഹത്താക്കുന്നു എന്നാണ് മാലിക് ഇമാം പറയുന്നത്. റസൂലുള്ളാഹി സിയാറത്ത് ചെയ്ത് സൂറത്തുൻ നബി സല്ലല്ലാഹു അലൈഹി എന്ന് വേണം പറയാൻ. ഖബർ സിയാറത്ത് എന്ന് പറയുന്നത് ഭംഗിയല്ല. അങ്ങനെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറിന് തങ്ങളെ സിയാറത്ത് ചെയ്യുമ്പോൾ നമ്മൾ ദ്വാരക്കുന്ന തങ്ങളുടെ നേരെ നിന്ന് ദ്വാരക്കണോ, ഖിബിലയിലേക്ക് തിരിയണമോ എന്ന് ബഹുമാനപ്പെട്ട് മാലിക് ഇമാമിനോട് ഈ ഖലീഫ അവറുകൾ ചോദിക്കുന്നു. അപ്പൊ ബഹുമാനപ്പെട്ട മാലിക് ഇമാം തങ്ങൾ പറയുന്നു, ലം തസ്രിഫു വജ്ഹക അൻഹു വഹുവ വസീലതുക വസീലതു അബീക.
ഇലല്ലാഹി അസ്സ വജൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ നിന്റെയും നിന്റെ വാപ്പ ആദം നബിയുടെയും വസീലയാണ് പുന്നാര നബി അല്ലാഹുവിന്റെ ഹദ്റത്തിൽ. അതുകൊണ്ട് നീ തങ്ങളെയും വിട്ട് മുഖം തിരിച്ചു കളയരുത്. അതുകൊണ്ട് നീ നബിയുടെ നേരെ തന്നെ തിരിഞ്ഞു നിൽക്കുകയും വസ്തഗ്ഫിറുഹു, തങ്ങളെ കൊണ്ട് ശഫാഅത്ത് തേടുകയും ചെയ്തു കൊള്ളുക. എന്നിട്ട് വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക വസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. ഈ ആയത്ത് ഓതാനും കൽപ്പിച്ചു. ഈ സംഭവം എവിടെ ഉണ്ടെന്നല്ലേ നിങ്ങൾക്കറിയേണ്ടത്? ബഹുമാനപ്പെട്ട ഖാദി ഇയാബ് ഹദീസിന്റെ കിതാബിൽ ഖാലുൽ ഖാദി എന്ന് പറഞ്ഞാൽ ആരാണ്? പേര് പറയണ്ട. ഹദീസിന്റെ ആഖ്യാനിക ഗ്രന്ഥങ്ങൾ എവിടെ എടുത്തു നോക്കിയാൽ ഖാലുൽ ഖാദി, ഖാദി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഖാദി ഇയാബാണ്. ഫിഖഹിന്റെ കിതാബുകളിൽ ഖാലുൽ ഖാദി എന്ന് പറഞ്ഞാൽ ഖാദി ഹുസൈനാണ് അല്ലേ? അതൊക്കെ നിയമമുണ്ട് കേട്ടോ. നിയമം അറിയാൻ വയ്യാത്ത ഒരു കാര്യം എടുത്തിട്ട് കളിച്ചാല് അബദ്ധം വരും. ഞങ്ങളുടെ ഒരു പയ്യനുണ്ടായി, അവൻ പത്രം വായിച്ചു, മനോരമ അയച്ചു നോക്കുമ്പോൾ സ്വർണത്തിന് 800 രൂപ, വെള്ളിക്ക് 2000 രൂപ. ഇവൻ എടുത്തോണ്ട് ഒരൊറ്റ ഓട്ടം എന്റെ ഭാര്യ അജിമിച്ച അറിഞ്ഞോ വെള്ളിയുടെ വില പോയ പോക്ക് എന്താടാ? സ്വർണത്തിന് 800 രൂപ, വെള്ളിക്ക് 2000 രൂപ. വീട്ടില് പോളെ കിടക്കാം, കിലോയുടെ വിലയാടാ, മറ്റൊരു ഗ്രാമിന്റെ വിലയാണ്. പോളെ കിടക്കാം കിലോ. അവരും ശ്രദ്ധിച്ചില്ല എന്റെ ഫലിതം. ഇവൻ ഈ പറഞ്ഞ വിദ്യുത്തരത്തിന്റെ ഫലിതം അവരും ശ്രദ്ധിച്ചില്ല. അവരെ പോളെ കിടക്കാം അത് കേട്ടൊന്ന് ഗ്രാമിന്റെയും കിലോയുടെയും വിലയാണെന്ന് പറഞ്ഞാൽ അവര് വേറെ ജോലി പിള്ളേരെ പേച്ചില്ല. ഇവൻ പറഞ്ഞ അബദ്ധം പിന്നീട് മനസ്സിലാക്കിയ പിള്ളേര് അന്ന് ഒരു വില കളിയാക്കി എന്നും എടുത്തു പറയുന്നത് ഉദാഹരണമായിട്ട് നടന്ന സംഭവമാണ്. അപ്പൊ ആ പത്രം വായിക്കുന്നതിനൊരു നാക്കുണ്ട്, അതിന്റെ ചില ഘടനകളും നിയമങ്ങളും ഉണ്ട്. അതറിയാതെ വായിച്ചാലോ സ്വർണത്തേക്കാൾ വെള്ളിച്ച വില കൂടുതലാണ് സംഭവിക്കേണ്ടി വരും. ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാമായ ഖുർആന്റെ കള്ളികളും അതിന്റെ സൂത്രങ്ങളും അറിയാൻ വയ്യാത്തവർ അതെടുത്തിട്ട് കൈകാര്യം ചെയ്താൽ എങ്ങനെ ഇരിക്കും? അള്ളാഹുടെ കൈ അർശിന്ന് ഭൂമിയൊന്ന് മുട്ടുമെന്ന് പറയേണ്ടി വരും അല്ലേ? അങ്ങനെയല്ല. അത് നിനക്ക് നിൽക്കണ്ട, പോകുന്നെങ്കിൽ എല്ലാവർക്കും കൂടെ ഒന്നിച്ചു പോകാൻ നരകത്തിലോട്ട്. ഈ പറഞ്ഞവർ ഇത്രയും പേരും കാഫറാണെങ്കിൽ നന്നായിരിക്കും അല്ലേ? ഇപ്പൊ എവിടമെത്തി? ബഹുമാനപ്പെട്ട മാലിക് ഇമാമിലെത്തി. ഇനി അടുത്ത ആളാരായ ഏറ്റവും സഹാബത്തിൽ നിന്ന് പലരെയും നേരിട്ട് കണ്ട ഇമാമുൽ ആളം അബൂ ഹനീഫത്തുൽ നുഅ്മാൻ ഇബ്നു സാബിത്തുൽ കൂഫി തങ്ങൾ അവർ കണ്ട 50ഓളം വരുന്ന വരികൾ ഉൾപ്പെടുന്ന ഒരു തവസ്സുലിൽ ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം പറയുന്നു, പിന്നാലെ നബിയെ, ഈ പാവപ്പെട്ട അബൂ ഹനീഫയ്ക്ക് രക്ഷപ്പെടാൻ തങ്ങളല്ലാതെ ഒരു മാർഗവും ഇല്ല. അതുകൊണ്ട് റബ്ബിന്റെ അടുത്ത് തങ്ങളെന്നെ രക്ഷിക്കണമേ, എനിക്ക് ശുപാർശ ചെയ്യണമേ എന്ന് ബഹുമാനപ്പെട്ട ഇമാമുൽ ആളം അബൂ ഹനീഫത്തുൽ നുഅ്മാൻ ഇബ്നു സാബിത്തുൽ കൂഫി തങ്ങൾ അവറുകൾ പറഞ്ഞതായി നമ്മുടെ മുമ്പിൽ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ബഹുമാനപ്പെട്ട സഹാബികളിൽ വരെ ഈ തവസ്സുലിന്റെ പരമ്പര നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇവരെ മുഴുവനും കാഫിറാണെന്ന് പറയാൻ ആർക്കാണ് ധൈര്യം വരിക? ഇനി അങ്ങോട്ട് ഇച്ചിരി കൂടെ മേപ്പോട്ട് പോയിട്ട് നിർത്താം. സഹാബത്തിലോട്ടൊന്ന് കടന്നു നോക്ക്, അവരാരെങ്കിലും ഈ വിഡ്ഢിത്തരം പറഞ്ഞിട്ടുണ്ടോ? സവാദ് ബിൻ ഖാലിബ് മൂപ്പര് റസൂലുള്ളാഹി നടത്തിയെടുത്ത് ആടിച്ചു ഓടിച്ചുകൊണ്ട് بمغنم فقير عن سواد بن قارب فأنك أدنى المرسلين മുർസലീങ്ങളിൽ വെച്ച് ഏറ്റവും സമീപസ്ഥരായവരെ അല്ലാഹുവിലേക്ക് فأنك أدنى المرسلين وسيلة إلى الله അല്ലാഹുവിനോട് ഞങ്ങളുടെ ആളനാക്കുന്നതിൽ അല്ലാഹുവിനോട് ഏറ്റവും അടുത്തരുവിയേ. ഈ പാവപ്പെട്ട സവാദ് ബിൻ ഖാലിബിനെ
ഒരു ഈത്തപ്പഴക്കുരു എന്റെ ഉള്ളിലിരിക്കുന്ന നാരിന്റെ തിരിച്ചു പോലും ആർക്കും ആരെയും സഹായിക്കാൻ വയ്യാതെ നിന്ന് വിഷമിക്കുന്ന സമയത്ത് തങ്ങളല്ലേ അനലഹാ ഞാനാണത് നേരിടേണ്ടവനെന്ന് പറയുമെന്ന് ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്നില്ലേ വയസ്സറയിൽ. അങ്ങനത്തെ രീതിയെ ഈ പാവപ്പെട്ട സവാദിനെ കൂടി തങ്ങൾ കൈക്കലാക്കണമേ എന്ന് താടിക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞിട്ട് അത് തെറ്റാണെങ്കിൽ നബി അപ്പോൾ തടയത്തില്ലേ? നബി പുഞ്ചിരിച്ചു എന്നല്ലേ അവിടെ കിതാബിൽ എഴുതിയിരിക്കുന്നത്. ഇയാളുടെ വർത്താനം കേട്ടിട്ട് നബി ചിരിച്ചെന്നല്ലേ പറയുന്നത്. ഇപ്പൊ സഹാബത്തിനും ഉണ്ടല്ലോ തവസ്സുല്. ഇനി അതും പോകട്ടെ. ബഹുമാനപ്പെട്ട സഫിയ ബീവി റസൂലുള്ളാഹിയുടെ അപ്പച്ചി, ഇവിടെ നിങ്ങളെന്തോ അപ്പച്ചിക്ക് പറയുന്നു, വാപ്പാടെ നിങ്ങൾക്ക് എന്താ പറയാ? അമ്മായി. റസൂലുള്ളാഹിയുടെ അമ്മായി. ഞങ്ങൾ അപ്പച്ചി എന്ന് പറയാം. അപ്പൻ അപ്പച്ചി മറ്റിടത്തുനിന്ന് കിട്ടിയതാ. അപ്പനിൽ പാതി അപ്പച്ചി. അപ്പനെന്ന് മറ്റിടത്ത് വന്നതാ. അപ്പൊ അത് നിങ്ങളുടെ ആയിരിക്കും ശരി, അമ്മായി എന്ന് പറയുന്നത്. അപ്പം സഫിയ ബീവി അലായാ റസൂലല്ലാഹി കുന്ത റജാനാ വകുന്ത ബിനാ ബർറൻ വലം തകുൻ ജാഫിയാ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയെ വിളിച്ചിട്ട് പൊന്നാല നബിയെ അപ്പച്ചിയാ, പക്ഷേ റസൂലുള്ളാഹിയെ അപ്പം വിളിച്ചിട്ട് തങ്ങളെ കൊണ്ട് തവസ്സുകയും ഇടവേറുകയും ചെയ്തതായി ശേഖ നമ്മുടെ മുമ്പിലിരിക്കുന്നു. അപ്പൊ സഹാബത്ത് വരെ എത്തി. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ശരിക്ക് ശ്രദ്ധിച്ചോളണം. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم. ومن يشاقق الرسول من بعد ما تبين له الهدى. കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം നബിയോടവർ മാറുകാണിക്കുകയും വയറ്റബഅ ഗൈറ സബീലിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങൾ നടന്നു വന്ന മാർഗം വിട്ടവർ മാർഗം, മുഅ്മിനീങ്ങൾ നടന്നു പോകുന്ന മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോവുകയും ചെയ്താൽ നുസ്ലിഹി ജഹന്നം, അവർ ജഹന്നമിലേക്ക് പോയിക്കോളും. മുഅ്മിനീങ്ങൾ നടന്ന മാർഗം എന്ന് പറയുന്നതിൽ ഈ പറയപ്പെട്ടവരാരും മുഅ്മിനീങ്ങളുടെ മാർഗമല്ലേ? പ്രിയപ്പെട്ട ഒറ്റ ആയത്തുകൊണ്ട് ഞാൻ അത് സ്ഥിരപ്പെടുത്തിപ്പോയി. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم. ഈ പരമ്പര മുഴുവനും ചെയ്ത ഒരു പ്രവൃത്തി നമ്മളെപ്പോലത്തെ പാവസങ്ങളായ ആൾക്കാർ അത് ശരിയല്ലെന്നും അത് കുഹ്രിയത്താണെന്നും പറഞ്ഞാൽ അവരെ ആ മാർഗത്തിൽ അല്ലാഹു തെളിക്കുകയും അത് കൂടുതൽ പറയാൻ അവസരം കൊടുക്കും നമ്മൾ ഉറപ്പിച്ചു. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى. വളരെ സ്പഷ്ടമാണ് അല്ലേ ആയത്തും കൂടെ വരുമ്പോൾ. എന്നാൽ ഇനി ചെറുപ്പക്കാർക്ക് സംശയം ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഒരു ഹദീസ് ധരിച്ചില്ല. അപ്പൊ ഇല്ല എന്ന് നാളെ പൊരുത്തം പറഞ്ഞു പോയാലോ? അതുകൊണ്ട് ഒരു ഹദീസ് എവിടെയെങ്കിലും ഞാൻ തപ്പിയെടുക്കാം. പള്ളിയിലേക്ക് അല്ല വിസ്കരിക്കാൻ വേണ്ടി ജമാഅക്കാൻ പോകുമ്പോൾ അഷ്റഫുൽ ഹൽഖ് മുതൽ ഈ കാലഘട്ടത്തിൽ മുഅ്മിനീങ്ങൾ വരെ ചെല്ലുന്ന ഒരു ദിക്റുണ്ടല്ലോ, എല്ലാവർക്കും പാഠം ഉണ്ടാകണമെന്നില്ല. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, നിസ്കരിക്കാൻ പോകുന്ന അവസരത്തിൽ നമ്മുടെ വാപ്പമാരെല്ലാം ചൊല്ലും. റസൂലുള്ളാഹി പറഞ്ഞതായിട്ട് ശരിയായ റിവായത്തും കാണാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക, എല്ലാവരും പഠിച്ചോളണം. നാളെ ഉസ്താദിനോട് ചോദിച്ചാൽ മതി, എഴുതി തരും. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖ്ഖി സായിലിനി അലൈക വഅസ്അലുക ബിഹഖ്ഖി മൻ സായ ഹാദാ ഇലൈക ഫഇന്നി ലം അഖ്റുജ അശ്റമ വലാ ബത്റമ വലാ റിയാഅ വലാ സുമ്മത خرجت اتقاء صوتك وابتغاء مرضاتك وأسألك أن تعيذني من النار وأن تغفر لي ذنوبي فإنه لا يغفر الذنوب إلا أنت. എന്ന ഈ ഹദീസ് ബഹുമാനപ്പെട്ട അൽ ഹാഫിദ് അബൂ അബ്ദുല്ലാഹി മുഹമ്മദ് ബിൻ മാജഹ് റളിയല്ലാഹു അൻഹു അബൂ സഈദ് അൽ ഖുദരി എന്ന സഹാബിയെ തൊട്ടും അൽ ഇമാം ഇബ്നു സുന്നി റളിയല്ലാഹു അൻഹു ബിലാൽ മുഅദ്ദിൻ എന്ന സഹാബിയെ തൊട്ടും സഹീഹായ സനദോടുകൂടി വായിച്ചു വെച്ചിരിക്കുന്നു. അർത്ഥം എന്താണ്? അല്ലാഹുമ്മ തമ്പുരാനെ നീ അസ്അലുക ബിഹഖ്ഖി സായിലീന അലൈക, നിന്നോട് ഇന്ന് വരെ നിന്നോട് ചോദിച്ചിട്ടുള്ള മുഴുവൻ സാലിഹീങ്ങളുടെ ഹക്ക് കൊണ്ടും ഞാൻ ചോദിക്കുന്നു. ഒബിഹഖ്ഖി മൻ സായ ഹാദാ ഇലൈക, നിന്നിലേക്കുള്ള എന്റെ ഈ നടത്തത്തിന്റെ ഹക്ക് കൊണ്ടും നിന്നോട് ഞാൻ ചോദിക്കുന്നു. ലം അഖ്റുജ അശ്റമ വലാ ബത്റമ വലാ റിയാൻ, ഞാൻ രോഗമാന്യം കൊടുത്തുകൊണ്ടോ അഹംഭാവം നടിച്ചുകൊണ്ടോ ഒന്നും ഞാൻ പുറപ്പെട്ടിരിക്കുന്ന അല്ല വളച്ചവന്. ഹർജ് സൂക്ഷിക്കാൻ എന്റെ കോപം ഭയന്നുകൊണ്ടും മറവാപ്പിക്കാൻ എന്റെ ചെറുപ്പം ആഗ്രഹിച്ചുകൊണ്ടുമാണ് ഞാൻ പുറപ്പെട്ടിരിക്കുന്നത്. കൊണ്ട് നീ എന്റെ കാര്യങ്ങളെല്ലാം സാധിക്കാമെന്ന് ആവശ്യങ്ങൾ കുറെ പറയുന്നു. അപ്പൊ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖ്ഖി സായിലീന അലൈക എന്ന്
റസൂലുള്ള മുതൽ ഇന്നുവരെയുള്ള മുഴുവൻ മോമിനീങ്ങളും ദുആ ചെയ്തുകൊണ്ട് പോകുന്നല്ലോ. ഈ ഹദീസ് ഇബ്നു മാജഹ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്തിരിക്കുന്നല്ലോ. ഹദീസില്ലെന്ന് പറയുന്നത് ഒരു ഹദീസ് കിട്ടി അല്ലേ? നിങ്ങൾ പറയുന്ന ഇന്നത്തെ നാളെ പറയാം ഒരു ഹദീസ് എവിടുന്നായാലും എറിഞ്ഞ് വാട്ടിക്കൊണ്ട് വന്നതാ. അതൊന്നും ശരിയൊന്നുമല്ല. എന്നാ ഒരു ഹദീസ് കൂടെ ഞാൻ നോക്കട്ടെ. فلما اقترف آدم عليه الصلاة والسلام الخطيئة قال يا ربي إني أسألك بحق محمد لما غفرت لي قال الله يا آدم كيف عرفت محمدا لما خلقه. ആദം നബി അലൈഹിസ്സലാം ഇന്ന് പാടത്ത് സംഭവിച്ചപ്പോൾ അള്ളാഹുവിനോട് ബഹുമാനപ്പെട്ട ആദം നബി ദുആ ചെയ്തു. എന്ത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖി മുഹമ്മദിൻ, മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട് പഠിച്ചവനെ നീ എന്റെ തെറ്റുകൾ നീ പൊറുക്കണമേ എന്ന് ഞാൻ ചോദിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു തആല ചോദിക്കുന്നു, ഖാലല്ലാഹു യാ ആദം, ആദം നബിയെ കൈഫ അറഫ്ത മുഹമ്മദൻ, നീ മുഹമ്മദിനെ എങ്ങനെ അറിഞ്ഞല്ലോ? ലം അഖ്ലുഖുഹു, ഞാനിവിടെ പടച്ച് ഭൂമിയിലേക്ക് പടച്ചിറക്കിയിട്ട് പോലും ഇല്ലല്ലോ, ഇത് നീ എങ്ങനെ അറിഞ്ഞെന്ന് ചോദിച്ചപ്പോൾ ആദം നബി പറയുന്നു, യാ റബ്ബി ലമ്മാ ഖലഖ്തനി ബിയദിക, നിന്റെ കൈകൊണ്ട് നീ എന്നെ പടച്ചു, എന്നിട്ട് നിന്റെ റൂഹിനെ എനിക്ക് നീ ഊഴിത്തന്നു. അപ്പോൾ എന്റെ തല ഞാൻ മേപ്പോട്ട് പൊക്കി. അപ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹ്, ആ അർശിന്റെ ചണ്ടങ്കാലിൽ എഴുതിയിരിക്കുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ്. ഇത് കണ്ടപ്പോൾ അറഫ്തു ലം തുമിസ് ഇല ഇസ്മിക്കൽ മുഅദ്ദമി ഇല്ലാ അഹബ്ബൽ ഖൽഖി ഇലൈക. പറച്ചവനെ, നിന്റെ മുഅദ്ദമായ പേരിനോട് ചേർത്ത് ഒരു മഹ്ലൂക്കിന്റെ ഒരാളിന്റെ പേരെഴുതണമെങ്കിൽ അതിന്റെ മഹ്ലൂക്ക് വെച്ച് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായിരിക്കണമെന്ന് ഞാൻ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ ആ പേരുകൊണ്ട് ചോദിച്ചത്. അപ്പൊ സദഖ്തയാദം, ആദം നബിയേ നീ പറഞ്ഞത് സത്യമാണ്, അതുകൊണ്ട് നിനക്ക് ഞാൻ പുറത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ഹദീസ് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റിവായത്ത് ചെയ്തിട്ട് ബുഖാരിയുടെയും മുസ്ലിമിന്റെയും സകല ചെറുത്തോടുകൂടി റിവായത്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു. പോരെ, രണ്ട് ഹദീസ് പോരെ പോരെ. എന്നാ മൂന്നാമത്തെ ഒരു മുഴവിനും മൂന്നെണ്ണം വേണമല്ലോ. ഹദീസും കൂടെ പറഞ്ഞേക്കാം. കണ്ണ് കാണാൻ വയ്യാത്തൊരു സഹാബിയുടെ ചരിത്രം അറിയാമല്ലോ. 100 കണക്കിന് ആളുകൾ റിവായത്ത് ചെയ്ത ഹദീസല്ലേ. കണ്ണ് കാണാൻ വയ്യാത്തവർ നബിയുടെ അടിക്ക് ചെന്നെങ്കിൽ പറഞ്ഞു, നബിയെ എനിക്ക് കണ്ണ് കാണാമല്ലോ, എനിക്ക് കണ്ണ് കാണാതിരിക്കാൻ പറ്റില്ല. ഏതോ ഇങ്ങനെ അങ്ങ് ശ്രമിച്ച് കഴിഞ്ഞാൽ പോരെ, ഇത്രയും കാലം കാണാതിരുന്നില്ല, അതുപോലെ അങ്ങ് ജീവിച്ച് മരിച്ചാൽ പോരെ. അതൊന്നും പറ്റത്തില്ല, എനിക്ക് ഞങ്ങളെ ഒന്ന് നേരത്ത് കണ്ടിട്ട് വേണം മരിക്കാൻ. ചോദിക്കുകയല്ലേ, സഹാബിയല്ലേ. എന്നാ പോയി നീ ഒന്നും എടുത്തുണ്ടോ? അതുകൊണ്ടല്ലോ ഒരു ദുആ അങ്ങോട്ട് പറഞ്ഞു വരും. ആ ദുആ ഓതാൻ പറയും. അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവജ്ജഹു ഇലൈക ബിനബിയിക മുഹമ്മദിൻ നബിയ്യി റഹ്മത്തി. യാ മുഹമ്മദ് ഇന്നി അതവജ്ജഹു ഇലൈക ഇന്നി അതവജ്ജഹു ഇലാ റബ്ബി ഫീ ഹാജത്തി തുഖ്ള അല്ലാഹുമ്മ ശഫ്ഇഹു ഫിയാ. പഠിച്ചവനെ, നിന്റെ റഹ്മത്തിന് നിന്നോട് ഞാൻ ചോദിക്കുകയും എന്റെ റഹ്മത്തിന് നബിയായ മുഹമ്മദ് നബിയെ നിന്നിലേക്ക് ഞാൻ നേരിടുകയും ചെയ്യുന്നു. എന്റെ മുറാദ് ഹാസലായി കിട്ടുന്നതിന് വേണ്ടി നിന്റെ നബിയായ മുഹമ്മദ് നബി എന്റെ കാര്യത്തിൽ ചെയ്യുന്ന ശുപാർശ നീ സ്വീകരിക്കണമേ തമ്പുരാനേ എന്ന് ദുആ ചെയ്യാൻ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് ഈ കണ്ണ് കാണാത്ത സഹാബിയോട് പറയുകയും അപ്രകാരം മുതലെടുത്ത് വന്ന് ഇതുപോലെ ചെയ്യുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണ് തെളിഞ്ഞതായി. ഈ ഹദീസാണ് അൽ ഇമാം തുർമുദി, അൽ ഇമാം നിസായി, അൽ ഇമാമുൽ ബൈഹഖി, അൽ ഇമാം തബറാനി, ഇവർ മുഴുവനും ഉസ്മാൻ ബിൻ ഹനീഫ് എന്ന സഹാബിയത്തിൽ റിവായത്ത് ചെയ്തു. അതിനു പുറമെ ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ താരീഖിൽ ഈ ഹദീസ് എടുത്തെഴുതിയിരിക്കുന്നു. ബഹുമാനപ്പെട്ട ഇബ്നു മാജഹ് അദ്ദേഹത്തിന്റെ മുസ്തദ്റക്കിൽ എഴുതിയിരിക്കുന്നു. ബഹുമാനപ്പെട്ട സുയൂത്തി ഇമാം അദ്ദേഹത്തിന്റെ ജാമിഉൽ സഗീർ, ജാമിഉൽ കബീർ 2 കിതാബിലും എഴുതി വെച്ചിരിക്കുന്നു. കിതാബ് ഇങ്ങോട്ട് കൊണ്ടുപോയി ഞാൻ ഇപ്പൊ കാണിച്ചു തരാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇത്രയും അധികം റിവായത്ത് ഈ ഹദീസിനുണ്ട്, ബുഖാരി ഉൾപ്പെടെ. ബുഖാരിയുടെ താരീഖിലാണ് ബുഖാരി ചെന്ന് കിടന്ന് നോക്കിയിട്ട് ബഹളം ഉണ്ടാക്കുന്നത്. ബുഖാരി ഇമാമിന്റെ താരീഖ് എന്ന കിതാബിൽ ഈ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊക്കെ തവസ്സുലല്ലേ? എത്ര ഹദീസുകൾ അല്ലേ? ബഹുമാനപ്പെട്ട
ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു ഉമർ ഫാറൂഖിന്റെ ഭരണം നടക്കുന്ന കാലത്ത് മഴയില്ലാത്തിരി വിഷമിച്ചല്ലോ. ആ മൂപ്പരങ്ങോട്ട് എന്ന് റസൂലുള്ളാഹിയുടെ ഖബറിനെടുത്ത് എന്നെയും പറഞ്ഞ് അനങ്ങാതെ കിടക്കുകയാണ്. അത് ഹദീസിലുള്ളതല്ല, അനങ്ങാതെ കിടക്കുകയാണ്. യാ റസൂലുള്ളാഹ് ഇസ്തസ്ഖി ഉമ്മത്തിക്ക് ഫഇന്നഹും ഹലകൂ, തങ്ങളുടെ ഉമ്മത്തുകാർക്ക് വെള്ളം തരണം, അവരെല്ലാം ഹലാക്കാനായി, എന്തോ അനങ്ങാതിരിക്കുമെന്ന് ചോദിക്കാം. അത് ഈ ഹദീസ് എത്ര ആളുകൾ റിവായത്ത് ചെയ്തിരിക്കുക കാലത്ത് നടന്ന സംഭവമാണ്. സഹിഹായ ഹദീസ് ഇവനും പറയാൻ കഴിയും. പ്രിയപ്പെട്ടവര്, ഉമ്മത്തിക്ക് ഫഇന്നഹും ഹലകൂ എന്ന് പറഞ്ഞാൽ അവർ ഹലാക്കാകാൻ പോകുന്നു, വെള്ളം വേണം തരണം. വേണ്ട, ഇപ്പോഴാണ് ഓർമ്മ വന്നത്. അടുത്ത ഹദീസിൽ ബുഖാരിയിൽ അവര് വിധത്തിൽ തന്നെ എഴുതിയിരിക്കല്ലേ, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അബ്ബാസ് റളിയല്ലാഹു അൻഹു മഴയെ തേടിയ സംഭവം ഇല്ലേ? അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊണ്ട് മഴയെ തേടാൻ കൽപ്പിക്കുകയും ചെയ്തു, തങ്ങൾ തേടുകയും ചെയ്തു. അവര് ബുഖാരി അവര് വിധത്തിൽ തന്നെ കാണാം ഈ സംഭവം. എന്താ എന്നിട്ട് പറഞ്ഞെന്താ, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പുന്നാര നബി പാപ്പയെ പോലെ സ്നേഹിച്ച് കാണും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അബ്ബാസിനെ കൊണ്ട് തവസ്സുൽ ചെയ്തോളാൻ ഉമർ ഫാറൂഖ് കൽപ്പിച്ചാൽ പിന്നെന്ത് വേണോടാ. അലൈക്കും ബിസുന്നത്തി വസുന്നത്തുൽ ഖുലഫാഇർ റാഷിദീന അൽ മഹ്ദിയീന അള്ളൂ അലൈഹാ ബിന്നവാജിദി. ഉമർ ഫാറൂഖ് പറഞ്ഞെങ്കിൽ എന്റെ ആണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണമെന്ന് പുന്നാര നബി പറയുകയും, പുന്നാര നബി എന്ത് പറഞ്ഞാൽ അപ്പാടെ സ്വീകരിച്ചു കൊള്ളണമെന്ന് ഖുർആനിലും നിങ്ങൾ ഇന്നലെ പഠിച്ചതല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ബഹുമാനപ്പെട്ട അബ്ബാസിനെ കൊണ്ട് തവസ്സുൽ ചെയ്യാൻ ഉമർ ഫാറൂഖ് കൽപ്പിച്ചതായിട്ട് സഹിഹായ റിപ്പോർട്ടല്ലേ? വെറുതെയാണോ ഇത് വല്ലതും? അബ്ബാസ് റളിയല്ലാഹുവിനോട് എനിക്ക് വലിയ പ്രിയമാണ്, പക്ഷേ പിടിച്ചു കെട്ടിക്കൊണ്ട് പോയി. അറിയാം അബ്ബാസ് റളിയല്ലാഹു കെട്ടിയിട്ടില്ലേ ബദറിൽ? അത് ബാക്കവിയൊന്നും ആയാൽ കിട്ടത്തില്ല. ഞങ്ങളെ പോലെ പാട്ട് പഠിക്കണം, ഞങ്ങളെ പാട്ട് പഠിക്കാൻ പണ്ടായി കേട്ടോ. ഞാനിപ്പോ ബദറിൽ നിന്ന് 25 ലക്ഷം ഇപ്പൊ കാണാൻ അങ്ങോട്ട് പാടാം. ഇടയ്ക്ക് വല്ല ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ വല്ല മാറ്റം 25 ലക്ഷം എഴുതി വെക്കും. പണ്ടാക്കട്ടത് ശരിയല്ലേ? അതിനെ നേർച്ചയാക്കിക്കൊണ്ട് നമുക്ക് ഇപ്പൊ പാടാൻ ഞാനാണ്. അപ്പൊ അതിനകത്ത് ഈ അബ്ബാസ് റളിയല്ലാഹു യുദ്ധത്തിൽ അബൂജഹലിന്റെ കൂടെ പോയല്ലോ. പോകാനെന്താ കാരണം? മൂപ്പര മുതൽ എല്ലാ മുതലാളിമാരുടെയും മുതൽ കൊണ്ടാണല്ലോ ഷാമി കച്ചവടത്തിന് പോകുന്നത്. അത് ഈ അബ്ബാസ് റളിയല്ലാഹുവിന്റെ മുതലുണ്ട്. അപ്പൊ ആ മുതലെല്ലാം കൂടെ പിടിച്ചു പറിച്ചോണ്ട് പോകുന്നെന്നാണല്ലോ വമ്പം വന്നേക്ക് പറഞ്ഞില്ലേ? കുട്ടിന്നൊരട്ട അതിപ്പിട്ടത് വമ്പമുതാൽ ചിത്തം പതയ്ത്തിരു ഹസ്തൻ ശിരസിന് വെച്ച് വിളിച്ചുരയ്ക്കാൻ ചിത്തമെതിക്കുകയൊക്കെയിൽ മുക്കിയ മക്കമിൽ നിൽക്കവേരെ പ്രാസകണ്ട ചിത്തമെതിക്കുകയൊക്കെയിൽ മുക്കിയ മക്കമിൽ നിൽക്കവേരെ ചിത്തമെതിക്കുകയൊക്കെയിൽ മുക്കിയ മക്കമിൽ നിൽക്കവേരെ തിങ്കലായി ഉങ്ങൾക്ക് ഇറങ്ങിയ ബൻബല സങ്കിടം കേടുവീരേ ഇക്കറിയത്തകൾ മക്കിയുടെ മുതൽ ഒക്കെ മുഹമ്മദ് താൻ ഇന്ന സ്ഥലത്തിനിൽ വന്ന് പറിത്തവൻ എന്നും അബുസുഫിയാൻ ഒട്ടും അതിൽ ഉങ്ങൾ കിട്ടി അനുഭവിച്ചിട്ടിടാനിത്യമാം ഓ മഹലാക്കതാ മഹലാക്കുമൈക്കാമെന സത്യമാം സത്യം അമ്പിളിയെത്തിയിടുന്നുണ്ട് നീനത്തിടുരാധരമേ സൈഹത്തിൽ വമ്മി മൊഴിയേറ്റ് ജാഹിദും ഹൈറത്ത് മുക്കുളമേ അത്തറയോടുകൾ ചരിത്തവർ ദാറിന്റെ അകത്തുള്ള പേരടവ് അങ്കണം തന്നിൽ നമ്മളെ ഇവിടെ മുകളിലായി ഇവിടുത്തെ സംഭവം ഇവിടെ നടന്ന അത്തറയോകൾ ധരിച്ചവർ ദാറിന്റെ അകത്തുള്ള പേരടവ് അങ്കണം തന്നിൽ വീണ മുറ്റത്ത് അങ്ങടെ മുറ്റത്ത് എന്താണെന്ന് ബിങ്കൊള്ള പാത്തിലവേ അങ്ങോട്ട് നോക്കി അത് അങ്ങനെ അവരങ്ങോട്ട് നോക്കുമ്പോൾ കത്തിരി വിട്ടവർ നെറ്റിരി ചേർത്തുയർ അച്ചറി പാപ്പതിയിലേ കണ്ട് ജഹണം കുന്നിൽ മൂകൾ കൊള്ള ചെന്നിടയിളമ്പമിലേ കത്തിരി കണ്ണിന്റെ ഇങ്ങനെയുണ്ട് കത്തിരി വെട്ടുന്നവരുടെ കണ്ണിന്റെ പരിപാടി അതിന് നിന്നുപോയി. കത്തിരി വിട്ടവർ ഇപ്പൊ നെറ്റി ചേർത്ത് പോയി ഇങ്ങനെ നോക്കിക്കൊണ്ടു നാട്ടുകാർ എന്തോ. അപ്പൊ നോക്കുമ്പോൾ ആദ്യം കേട്ടോ മൂപ്പരാണല്ലോ, മൂപ്പര് കയറി ചെല്ലുന്നു അങ്ങോട്ട് എന്തോ ആണെന്ന് അറിയാൻ. എത്തിയ വസ്തയാനെത്തെയും വിസ്തരിത്തൊത്തറിയുത്തിടലായി
ഏർത്തിയ വാർത്ത യുട്ടോർത്തുകൾ പേർത്തതി മൂർത്തിയിൽ നാർത്തിടല അബൂജഹൽ. ഈ സംഭവത്തിൽ ഈ മുതല് പോയി എന്ന് പറയുന്ന കൂട്ടത്തിൽ അബ്ബാസിന്റെ മുതലുണ്ട്. അബ്ബാസ് റളിയല്ലാഹുവിന്റെ മുതൽ കൂടെ കച്ചവടത്തിന് കൊണ്ടുപോയിരിക്കുക. അപ്പൊ ഇവിടെ നിന്ന് മഹരം ചെയ്യാൻ തന്നെയാണല്ലോ 1000 ആൾ ഇവിടുന്ന് പുറപ്പെട്ടത്, അബൂജഹലും പാർട്ടി. ഇപ്പൊ ഓരോ മുതലിന്റെ ഉടമസ്ഥരും പോകണമല്ലോ ഇതിനകത്ത്, അല്ലെങ്കിൽ അവരുടെ ആൾപ്പേര് പോകണമല്ലോ. അപ്പം അബ്ബാസ് റളിയല്ലാഹുവിന്റെ മുതലിന് ആളാക്കാണ്ടായിരുന്നു, മൂപ്പര് തന്നെ പോയി അവിടെ കുടുങ്ങി വേറെ മൂപ്പര് അനിയൻ തന്നെ അകറ്റിയത്. പെട്ടവ് സിംഗർ ഹംസ പിടിച്ച് ചട്ടമാലർത്തിക്കട്ടി ഒരു വർഷത്തിലും പിടിച്ച് കെട്ടിയ ഹംസത്തോടെ തന്നെ ആയിരിക്കും. എല്ലാത്തിലും കെട്ടിയിട്ട് ഇത്രയെല്ലാം കഴിഞ്ഞപ്പോ കൊണ്ടുപോയി ഒരു മൈതാനിൽ അവര് ചമ്പടിച്ചു. എല്ലാവരും അപ്പുറത്ത് കിടത്ത് കെട്ടിയിട്ടിരിക്കുക. അത്രയും കിടന്നിട്ട് റസൂലുള്ള ഉറങ്ങുന്നില്ല. ഇങ്ങോട്ട് ഇരിഞ്ഞ് കിടക്കും ഒട്ടും ഉറങ്ങുന്നില്ല. ഇതൊരു സഹാബിക്ക് മനസ്സിലായി. അബ്ബാസ് റളിയല്ലാഹുവിന്റെ അപ്പുറത്ത് കെട്ടിയിട്ടിരിക്കുക. മൂന്നിലല്ലേ അഭിഷേകമല്ല ഉണ്ടാ, അബൂജഹലിനെ ഓടിച്ചിട്ട് എടുത്ത ആളല്ലേ. അപ്പൊ മൂപ്പരെ അപ്പുറത്ത് കെട്ടിയിട്ടിരിക്കുക. അതായിരിക്കും നബി ഉറങ്ങാത്തത്. പിന്നെ ഇതിനെ കൊണ്ട് ഇങ്ങോട്ടും തിരിഞ്ഞ് കിടക്കും. ഇത് സഹാബിക്ക് മനസ്സിലായി നബി ഉറങ്ങാത്ത ഇങ്ങനെയാണ്. അങ്ങനെ പോയി അതിന്റെ കൂട്ടത്തിൽ അഴിച്ചുകൊണ്ട് സഹാബത്തിന്റെ കൂടെ കിടക്കും. അങ്ങനെ സംഭവമുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് ഇവരെ വിടണ്ടേ, എന്ത് ചെയ്യണം? എല്ലാം മക്കത്തെത്തി, മദീനത്തെത്തി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോടെല്ലാം മുശാവറത്ത് ചെയ്ത് ഇവരെ കാര്യം എന്ത് ചെയ്യണം? ഇവരെ കൊല്ലണമോ അതല്ല വിധി വാങ്ങിച്ചുകൊണ്ട് വിടണമോ? നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ച് ഉറച്ചെന്നോട് അറിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നബിയേറെ യോജിപ്പോൾ സഹാബത്തെല്ലാവരും കൂടി ആലോചിച്ചു. എന്നിട്ട് നബിയോട് ഓരോരുത്തരുടെ അഭിപ്രായം പറഞ്ഞു. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒറ്റ എണ്ണത്തിനെ വിടാതെ മുഴുവൻ എണ്ണത്തിനെയും കൊല്ലണം. അത് കൊന്നാ പോരാ, അലിനെ ഉഖൈലിനെ കൊല്ലിക്കൊണ്ട് അലിയെ കൊണ്ട് ഉഖൈലിനെ അലിയുടെ സഹോദരനാണ്. അപ്പൊ സഹോദരനെ കൊണ്ട് കൊല്ലിക്കണം. ഒറ്റ ആളിനെ വിടാൻ പാടില്ല. ഇവനെല്ലാം കവാഫീർ ഇമാമിനേളാം ഉമൈദന്നേത്തിഹാമിന്നും ബൈത്തുള്ളാകത്തിന്നും ഒരുമിച്ച് പുറപ്പെടിച്ചവരാമല്ലോ. അതുകൊണ്ട് അർത്ഥമൊന്നും ഒഴിയാതെ കുലത്തേണം അതും വേണ്ട. ഇവരെല്ലാം കവാഫീർ ഇമാമിനേളാ. ഉമർ ഫാറൂഖ് ഇത് ഏതാ കേൾക്കുകയല്ലേ ഉള്ളൂ. ഒരു മദീനക്കാരൻ്റെ ഒരാൾ പറഞ്ഞു, അയാൾ പറഞ്ഞ എളുപ്പമുള്ളത്, നബി ഇതൊക്കെ അബദ്ധമാ. എല്ലാത്തിനും ഓരോന്നിന് ഓരോരുത്തരെ കൊടുത്തു കൊല്ലൊക്കെ താമസം നേരിടും. അതിനേക്കാൾ എളുപ്പമുള്ളൊരു വലിയ കുഴി അങ്ങോട്ട് വരച്ച് എന്നിട്ട് നിറച്ച് വീട് എല്ലാത്തിനും പിറക്കി അങ്ങോട്ട് ഇട്ടങ്ങ് മണ്ടിട്ടൊക്കെ എളുപ്പം നോക്ക് വീട്ടിൽ പോകാം എന്നൊരാൾ പറഞ്ഞു. എല്ലാം കേട്ടിട്ട് ചെയ്യാനൊന്നുമില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ എന്ന ഹോജാ തങ്ങൾ അവർ ഹജർവായില്ലമർത്തിയോ അതീഖുള്ളാഹുരത്തപ്പോൾ ഹബീബായ നബിയെ ഞാൻ നിനന്തരിപ്പോൾ ഉറപ്പായ തമിഴ്കളിൽ മൗത്തോളം ഇവർ മാറ്റം. മനസ്സിലാകുന്നുണ്ടല്ലോ പാട്ട് അല്ലേ? നിനക്ക് മനസ്സിലാകുന്നില്ലേ? ഞാൻ പാട്ട് പാടിയൊന്ന് പോവുകയാണ്, അർത്ഥം മനസ്സിലാകുന്നുണ്ടല്ലോ. ഉറപ്പായിട്ട മൈകളിൽ മൗത്തോളം ഇവർ മാറ്റം നിലയാമൽ വരിക എന്നുറപ്പും വാങ്ങി. മനസ്സിലായില്ലേ? മരണം വരെ നമുക്ക് ഒരു യുദ്ധത്തിന് വരത്തില്ലെന്ന് ഉറപ്പുകൾ മൊഴിപ്പിച്ച് ഫിദിയത്തും എടുത്തിട്ട് ഓരോരുത്തരെ വിട്ടങ്ങയക്കാമിപ്പോൾ. ഒരിക്കലും നമ്മളോട് യുദ്ധം ചെയ്യത്തില്ലെന്ന് ഉറപ്പും മേടിച്ച് ഫിദിയ മോചന ദരിദ്രവും വാങ്ങിച്ച് ഇവരെ നമുക്ക് വിട്ടേക്കാൻ കാരണം ഇവരെല്ലാം നമുക്കുള്ള ഖറാബത്താമസീറല്ലോ, സലാമത്തിൽ മടങ്ങാനും ഇടമുണ്ടല്ലോ. പിറേ വന്നിൽ ചിലർ ഇസ്ലാം ദീമ്പുകണ്ടെങ്കിൽ പെരിയ ഹൈറവായല്ലോ റസൂലുള്ളാഹി. ഒരു മുഴുവൻ നമ്മുടെ കഥാപത്താണ്. ആരെങ്കിലും ഒരുത്തം തിരിച്ചു കുറേ ദീനിലേക്ക് വന്നെങ്കിൽ അത് വലിയ ഹൈറല്ലേ നബിയെ. അതുകൊണ്ട് അവരെ വിട്ടയക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാവരുടെയും തമ്പി ഞങ്ങളുടെ ആര്യത്തറോ വലിയ കുഴപ്പക്കാരല്ല ആയിരുന്നു. ഉപരി പറയും തെറ്റിപ്പോയി. ഉമർ പറഞ്ഞതുപോലെ എല്ലാത്തിനും തട്ടിയില്ലെങ്കിൽ ഒഹരിട്ട് ഉണ്ടാകത്തില്ലാലും ലഭിച്ച അപകടത്തിട്ട് കളിപ്പ് പറ്റിയാൽ അയാൾ പറയും. അതുതന്നെ ഉമർമാർക്ക് പറഞ്ഞ പോലെ ഉമ്മാരെയൊക്കെ തട്ടിയിരുന്നെങ്കിൽ
ആ ഒരു യുദ്ധം പിന്നെ ഉണ്ടാകത്തില്ലായിരുന്നു ഉമർ പറയുമ്പോഴും. അപ്പൊ ഉമർ അങ്ങനെ എല്ലാവരുടെയും മോചനം കരുതിയ വാങ്ങിച്ച് ഓരോരുത്തരും വിടുക. അങ്ങനെ വിട്ടുകൊടുത്ത് മൂപ്പരെ കൊണ്ടുവന്നു. ആരാ? അബ്ബാസിലെ റസൂലുള്ളാഹിക്ക്. ഇത് ചോദിച്ചല്ല പോകണ്ട. പോണം. അത് നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഉള്ളവർക്കും പണം തരണം. എത്ര പണം? എന്റെ ഇല്ല, എന്റെ മുക്കാൽ പോലും ഇല്ല. അതുകൊണ്ട് പണവും തരുന്ന പ്രശ്നമൊന്നുമില്ല. ഞാൻ മോഹനാണെന്ന് എനിക്ക് എന്റെ ഉള്ളിൽ ഈമാനുണ്ടെന്നുള്ളത് നിനക്കറിഞ്ഞൂടെ? മോനല്ലേ അത് എന്റെ മോനല്ലേ? രവി എത്ര വലിയ ആളാണെന്ന് പറഞ്ഞാലും സിദ്ദീഖുകൾക്ക് റസൂലുള്ളാഹി അബ്ദുള്ളാഹിയുടെ മോനല്ലേ? ഇത് അബ്ദുള്ളാഹിയേക്കാൾ മൂത്തല്ലേ ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു. എന്റെ കൽബിൽ ഈമാനുണ്ടെന്നുള്ളത് നിനക്കറിഞ്ഞൂടെ? ഞാൻ നിന്നെ കാര്യമായിരുന്നു. ഇതിവിടെ ഇവിടെ ഉള്ളിലത്തെ കാര്യമൊന്നുമില്ല, പുറമേക്കുള്ള കാര്യമേ ഉള്ളൂ. പൈസ എന്താ പോണമെങ്കിൽ അതൊന്നും നോക്കത്തില്ല. എന്നാ നീ കൊടു, റസൂലുള്ളാഹിക്ക് പറഞ്ഞു കൊടുക്കാൻ പിന്നെ കൊടുക്കത്തില്ല. അവസാനം പറയുന്ന കാശില്ലെങ്കിൽ വീട്ടിലയച്ച് പൈസ എടുത്ത് വീട്ടിലെങ്ങും ഒരു ഒറ്റ പൈസ ഇല്ല. അതൊന്നും പറയത്തില്ല കുറേശ്ശികള്. വീട്ടിലില്ല. അങ്ങനെ ഇത് പറഞ്ഞു വീട്ടിലില്ല. അതെനിക്ക് മനസ്സിലായി. ഇങ്ങോട്ട് പോരാൻ നേരത്ത് കുറച്ച് പൈസ, കുറച്ച് സ്വർണം ഒരു പെട്ടിക്കകത്ത് നിറച്ചിട്ട് ആ പറമ്പിൽ എവിടെ ഒരു കോടി കുഴിച്ചിടാൻ പറഞ്ഞത്. എന്തെങ്കിലും ഞെരുക്കം വരാന്ന് എടുക്കാൻ ഞാൻ പോകുന്ന വഴി വലിച്ചു എന്നൊക്കെ അവർക്ക് വിശ്വാസമുണ്ട്. അതിൽ കുറച്ചെടുത്തിരുന്നു. അല്ലോ മോനെ, ഇത് ഞാൻ എത്ര രഹസ്യമായിട്ട് എങ്ങനെ അറിഞ്ഞിടോ. അവസാനം പൈസ വലിച്ച് എടുക്കേണ്ടേ വിട്ടുള്ളൂ. ഇത് അബ്ബാസ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഉമർ ഫാറൂഖ് അവിടെ ഒരു 2-3 ഗുഡൻസ് ഉണ്ട്. ഉമർ ഫാറൂഖ് ആര്, അബ്ബാസ് ആര്? ആകാശവും ഭൂമി കൊണ്ടുള്ള വ്യത്യാസമില്ലേ? അബ്ബാസ് ഉമർ ഫാറൂഖും. അബ്ബാസ് റളിയല്ലാഹു അൻഹു അൽ ഹഖ് അല്ല, ഉമർ ഫാറൂഖിന് ഇത് പറഞ്ഞത് അൽ ഹഖ് യുൻതഖു അലാ ലിസാനി ഉമർ. ഉമറിന്റെ നാട്ടിൽ ഹക്കല്ലാതെ വരികയില്ല. ഇഖ്തദൗ ബില്ലദീന മിൻ ബഅദി അബീ ബക്കർ ഫഉമർ ഫഇന്നഹുമാ ഹബലുല്ലാഹിൽ മംദൂദ്. അവർ അല്ലാഹുവിന്റെ നീട്ടപ്പെട്ട കയറുകളാണെന്ന് പറഞ്ഞുപോയി ഉമർ ഫാറൂഖിനെ പറ്റി. അങ്ങനത്തെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ റുത്ബയും പദവിയും അല്ലാഹുവിന്റെ ഹദ്റത്തിൽ അബ്ബാസിനുണ്ടോ? എത്ര ദൂരെ കിടക്കുക. പക്ഷേ റസൂലുള്ളാഹിയുടെ അഹ്ലു ബൈത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പയാണ്. ആ മഹത്വം കൽപ്പിച്ചുകൊണ്ടാണ് ഉമർ ഫാറൂഖ് പറയുന്നത്, എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വന്നാൽ അബ്ബാസ് എന്നവരെ കൊണ്ട് തവസ്സുൽ ചെയ്തോളൂ, നിങ്ങൾക്കത് സാധിക്കുമെന്ന് പറഞ്ഞത് ബുഖാരിയിൽ തന്നെ ഉണ്ട് ഈ സംഭവം. അപ്പൊ ഇനി ഹദീസിന്റെ കുഴപ്പം തീർന്നുമില്ലേ? എത്ര 2-3 ഹദീസ് പറഞ്ഞില്ലേ? പറഞ്ഞ അതല്ല. ഇനിയിപ്പോ അവിടെ ഇവിടെ നിന്ന് വഴി എങ്ങനെ തങ്ങേണ്ട കാര്യമില്ല. വലിയ ആള് തന്നെ തവസ്സുൽ ചെയ്തിട്ടുണ്ടോ എന്നൊന്നും നോക്കി തിരിയാം. വലിയ ആള് തന്നെ, വലിയ ആളെന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ഉണ്ടോന്നറിയാം. അപ്പൊ നോക്കൂ, അലമ്മ മാത്ത ഫാത്തിമത്ത് ബിൻത് അസദ്, ഫാത്തിമത്ത് റളിയല്ലാഹു തആല അൻഹാ വഫാത്തായ വിവരം അറിഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി വേഗം വന്ന് അകത്ത് കയറി അവരുടെ തലക്ക് ഭാഗത്ത് ഇരുന്നുകൊണ്ട് യാ ഉമ്മീ ബഅദ ഉമ്മീ റഹ്മത്തില്ലാ, എന്റെ ഉമ്മയുടെ ശേഷം എനിക്കുള്ള ഉമ്മയെ നിങ്ങൾക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയും അവരുടെ മദ്ഹുകളും മനാസിബുകളും എല്ലാം കുറച്ച് തങ്ങൾ പറയുകയും ചെയ്തിട്ട് തങ്ങൾ അവർക്ക് കഫൻ ചെയ്യാനുള്ള വസ്ത്രം തങ്ങൾ ധരിച്ചിരുന്ന കമീസുകൾ തന്നെ കൊടുത്തു. അതിനുശേഷം ഖബർ ശരിയാക്കാൻ വേണ്ടി ആളെ വിട്ടു. ആ കൂട്ടത്തിൽ തങ്ങളും പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൃക്കൈ കൊണ്ട് ഖബറിനകത്തുനിന്ന് മണ്ണ് വാരി മാറ്റി. ഖബറിന്റെ കുറ്റം തീർന്നു. ഞാൻ നിർത്താൻ പോവുകയാണ്, താമസിക്കേണ്ട. ഖബറിന്റെ കുറ്റം തീർന്നു. എല്ലാം നബിയായ ശേഷം പുന്നാര നബി ആ ഖബറിൽ കടന്നു. എന്നിട്ട് ആ ഖബറിനകത്ത് തങ്ങൾ ചരിഞ്ഞു കിടന്നു. കിടന്നുകൊണ്ട് അല്ലാഹുല്ലദീ യുഹീ വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂത്ത് ഇഗ്ഫിർ ലി ഉമ്മീ ഫാത്തിമത ബിൻത് അസദ് വവസ്സി അലൈഹാ മദ്ഹലഹാ ബിഹഖ് നബീക വല്ലംബിയാഇ الذين من قبلي فإنك أرحم الراحمين. ഈ ഹദീസ് ജാബിർ റളിയല്ലാഹു അൻഹു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ സഹാബാക്കളെല്ലാം റിവായത്ത് ചെയ്തിട്ടുണ്ട്. ആ ഖബറിൽ കിടന്നുകൊണ്ട് പറയുന്നു, ഉമ്മി ഫാത്തിമത്ത് ബിൻത് അസദ്, അസദിന്റെ മകളായ ഫാത്തിമയ്ക്ക് നീ പുറത്തു കൊടുക്കണം.
അവരുടെ ഖബറിനെ നീ വീതിയാക്കണം. ഈ ഖബറിൽ കിടക്കുന്ന നിന്റെ നബിയുടെ ഹക്കുണ്ട്. അംബിയായില്ലീന മിൻ ഖബലിഹി, എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയ മുഴുവൻ അമ്പിയാക്കളുടെ ഹക്കുകൊണ്ടും ഫാത്തിമയുടെ ഖബറിന് വീതിയാക്കണേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്രയും അധികം റിവായത്ത് ആരാണ്? അബ്ദുല്ലാഹിബ്നു അബ്ബാസ് ഉൾപ്പെടെ റിവായത്ത് റാവികള്. ഇങ്ങനെ എന്തുമാത്രം ഹദീസുകളാണ് ഇതിനുള്ളത്? ചുമ്മാതാണോ? ജൈദി മഹ്ദൂമൊക്കെ ഇത്രയധികം തവസ്സുൽ ചെയ്യണം. കളിയാണോ? പ്രിയപ്പെട്ടവര്, ഇതൊന്നും അറിയാതെ തവസ്സുൽ ചെയ്താൽ കാഫിറായി പോവും, തവസ്സുൽ ചെയ്താൽ കാഫിറായി പോവും എന്ന് പറയുമ്പോൾ എന്തോ ഒരു അബദ്ധമാണ്. അതിന്റെ ഗൗരവം പാവം അവർ തന്നെ അറിയുന്നില്ല. ഈ പറഞ്ഞ മുഴുവൻ കാഫിറാക്കല്ലേ നമ്മൾ? പൊന്നാരനബി തന്നെയല്ലേ പറഞ്ഞത് ഹക്ക് നബിയില്ല, നിന്റെ നബിന്റെ ഹക്കുകൊണ്ട് നീ അവർക്ക് മാപ്പാക്കണമേ. ഈ ഹദീസ് മുഴുവനും വൈഫാണെന്ന് നിങ്ങൾ പറയുമോ? വൈഫാണെങ്കിൽ ബഹുമാനപ്പെട്ട ഇമാമുൽ അബൂ ഹനീഫ മുതൽ ബഹുമാനപ്പെട്ട എൻജി മഹ്ദൂം ഖാദി വരെയുള്ള മഹാന്മാർ മുഴുവൻ തവസ്സുൽ ചെയ്തത് ഇത് വൈഫാണ്. ഈ ഹദീസെന്ന് അവർക്ക് അറിഞ്ഞുകൂടെ? പൊന്നാര സഹോദരങ്ങളെ, ഇത് വൈഫാണെങ്കിൽ അറിയാൻ നമ്മളെക്കാൾ മിടുക്കന്മാരല്ലേ അവര്? തവസ്സുലിനെ പറ്റി പറഞ്ഞിട്ട് എന്നിട്ട് ഒരൊറ്റ ആയത്തിന് മൂറി തവസ്സുലിനെ പറ്റി ഓടിയില്ല എന്ന് പറയണ്ട. ഉലൈകല്ലദീന യദഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീലത അയ്യുഹും അഖറബു. ഖുർആൻ ശരീഫിൽ അല്ലാഹു പറയുന്നു, ഉലൈക, ആ കൂട്ടക്കാർ ആരാണ്? അവര് ഈസാ നബി, മറിയം ബി, ഉസൈർ നബി, മലക്കുകൾ എന്നല്ലേ അവിടെ തഫ്സീർ. ആ തഫ്സീർ അല്ലാഹു തആല പറയുന്നു, ഉലൈക, ആ കൂട്ടക്കാർ അവര് തന്നെ അല്ലാഹുവിനെ ഇബാദത്തെടുക്കുന്നവരാണ്. അവരെ ഇബാദത്തെടുക്കുന്നവർക്ക് ആക്ഷേപിച്ചുകൊണ്ട് വന്നതാ. ഈ പറഞ്ഞവരെ പടച്ച ദൈവങ്ങളാക്കി ആരാധിക്കുന്നവരെ ആക്ഷേപിച്ചുകൊണ്ടുള്ള ഈ ആയത്താ. ഈ പറയപ്പെട്ടവർ തന്നെ അല്ലാഹുവിനെ ഇബാദത്തെടുക്കുന്നവരാ. അത് മാത്രമല്ല, ഉലൈകല്ലദീന യദഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീലത അയ്യുഹും അഖറബു, അവരിൽ വെച്ച് ഏറ്റവും അല്ലാഹുവിനോട് കൂടുതൽ അടുത്തവരെ കൊണ്ട് തവസ്സുൽ ചെയ്യുന്നവരുമാണ്, ഇടവേടുന്നവരുമാണ്. ഖുർആൻ കൊണ്ട് നിർത്താം അല്ലേ? ഇവിടുന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം സൈനാത്താത്താടെ പാട്ടാണല്ലോ മൗലവി തുടങ്ങിയെന്ന് പറഞ്ഞ് നിങ്ങൾ അങ്ങ് എഴുതിച്ചു പോയെങ്കിൽ ഇത് എവിടെ ചെന്ന് തീരും? പ്രിയപ്പെട്ട പരിശുദ്ധ ഖുർആനിൽ ഈ വിവരം വന്നെത്തി. അത് ഒരാഴ്ച ഉള്ളെന്ന് കരുതണ്ട. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീലത, സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനോട് നിങ്ങൾ ഇടയാളനെ കണ്ടുപിടിച്ചേടണം. അതിനേറെ ഇവർ വളച്ചൊടിച്ച് കൊണ്ടുവരുമ്പോൾ ആ വബ്തഗൂ ഇലൈഹിൽ വസീലത എന്ന് പറയുന്നത് മറ്റേന് തഅക്കീദാണെന്നൊന്നല്ല. അത് ശരിയാണോ? ഖൈറും മിന തഅക്കീദ് എന്നല്ലേ മുഴുവൻ നുഹാത്തിങ്ങൾ പറയുന്നത്. അപ്പം വെവ്വേറെ വെവ്വേറെ അർത്ഥം പറയാനുള്ളിടത്ത് ഒരു പടി താത്തി ഖുർആനെ കാണണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. അത്തഅക്കീദു ഖൈറും മിന തഅക്കീദ് അല്ലേ? വബ്തഗൂ ഇലൈഹിൽ വസീലത അല്ലാഹു തആല ഖുർആനിൽ നേരിട്ട് പറഞ്ഞതാണ്. ഒരെന്തായിട്ടായില്ലേ? വേറെ ഒന്നുകൂടെ പറഞ്ഞേക്കാം. വലൗ അന്നഹും ളലമൂ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോട് തെറ്റ് ചെയ്താൽ 3 ചേർത്ത് അവിടെ പറഞ്ഞിട്ടുണ്ട് ഖുർആൻ. നിങ്ങൾ നബിയുടെ അടുത്ത് അവർ വരിക, എന്നിട്ട് അവർ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക, നബി അവർക്ക് വേണ്ടി ശുപാർശ ചെയ്യുകയും ചെയ്യുക. എന്നാൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, അല്ലാഹു തൗബ സ്വീകരിച്ചവനായി എത്തിക്കും. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا من لدنك رحمة وهيئ لنا من عندك رشدا. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمن أوصانا بالدعاء ولجميع أمة سيدنا محمد صلى الله عليه وسلم. اللهم اشف أمراضنا، اللهم اشف أمراضنا، اللهم اشف أمراضنا وأمراض مرضانا بحق نبيك والأنبياء الذين من قبله صلوات الله عليهم يا رب العالمين. اللهم ادفع عنا عيلاتنا وبارك لنا في غلاتنا. اللهم حصل جميع مرادنا ومراد من أوصانا بالدعاء بحق نبيك والأنبياء الذين من قبله صلوات الله عليهم يا رب العالمين. ربنا اغفر لي ولوالدي وللمؤمنين يوم يقوم الحساب. رب ارحمهما كما ربياني صغيرا. آمين برحمتك يا أرحم الراحمين.
صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين.